Hello, good morning. Good morning, ma'am. Good morning. Good morning. മഴ പെയ്യുന്നുണ്ട്. നിങ്ങൾക്കൊക്കെ മഴ പെയ്യുണ്ടോ? ചെറുതായിട്ട് പെയ്ത് തുടങ്ങിയിട്ടുണ്ട്. ഇന്നലെ അത്യാവശ്യം കുറച്ച് നല്ല മഴയുണ്ടായിരുന്നു. ഇന്ന് കുറച്ച് പെയ്ത് കൊണ്ടിരിക്കുക. തുടങ്ങണേ ഉള്ളൂ. പെയ്ത് തുടങ്ങുന്നതിന് ഇപ്പൊ നമ്മള് ഇവിടെ എത്തി. ചാടി ചാടി ചാറ്റൽ മഴയായിട്ട് വരുന്നുള്ളൂ. നമുക്ക് തുടങ്ങാം ക്ലാസ്. ഇന്നലത്തേക്ക് വായിച്ചൊക്കെ നോക്കിയോ? വായിച്ചു നോക്കിയില്ലേ? ഓക്കെ. എല്ലാ ദിവസവും എടുക്കുന്നത് അപ്പൊ തന്നെ 1-2 പ്രാവശ്യം അപ്പൊ തന്നെ അല്ലെങ്കിലും അന്ന് തന്നെ നമുക്കൊന്ന് വായിച്ചൊക്കെ നോക്കി മനസ്സിലാക്കി വെച്ചാൽ നമുക്ക് പരീക്ഷയ്ക്ക് മാത്രമല്ല നമ്മളുടെ ജോലിക്കൊക്കെ നമ്മൾ പോയി കഴിയുമ്പോ അവിടെയൊക്കെ നമ്മൾ പല കാര്യങ്ങളും ഇത്തരം കാര്യങ്ങളെയൊക്കെ നമുക്ക് ഹാൻഡിൽ ചെയ്യേണ്ടി വരുമ്പോ എങ്ങനെയൊക്കെയാണെന്നുള്ളത് ഡീൽ ചെയ്യാനായിട്ട് നമുക്കൊന്ന് പറ്റും. മനസ്സിലായോ? കാരണം മാത്രമല്ല ഇതൊക്കെ നമ്മൾ പഠിച്ചു, നമ്മൾ മനസ്സിലാക്കിയ കാര്യങ്ങളാണ്, ഇതൊക്കെ അവിടെ എവിടെയൊക്കെയോ കേട്ടിട്ടുണ്ട് എന്നൊക്കെ ഓർത്തെടുക്കാൻ പറ്റും. അല്ലാതെ നമ്മൾ ഇവിടുത്തെ ക്ലാസ് മാത്രം കണ്ടു അല്ലെങ്കിൽ കേട്ടു, പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് അറ്റൻഡ് ചെയ്തു, പരീക്ഷയെ മാത്രം ടീച്ചേഴ്സ് അടയാളപ്പെടുത്തുന്നതും മോക്ക് ടെസ്റ്റ് ക്വസ്റ്റ്യൻസും ഇമ്പോർട്ടന്റ് എന്നൊക്കെ പറയുന്നത് മാത്രം കാണാതെ പഠിച്ച് പരീക്ഷ എഴുതിയിട്ട് കാര്യമില്ല അല്ലെ. പിന്നീട് നമുക്ക് അത്യാവശ്യമുള്ള കാര്യങ്ങളും കണ്ടന്റുകളും അതിന്റെ ഉള്ളിലുണ്ട് ഒരുപാട്. അപ്പൊ ഇതൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടെന്നൊക്കെ നമുക്ക് ബോധ്യം വരണം. അത് നമുക്ക് എളുപ്പത്തിൽ മനസ്സിലാക്കാൻ പറ്റുന്നത് ഇതുപോലെ 2-3 ആവർത്തി വായിക്കുക കേട്ടോ. യെസ്. അപ്പൊ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കുറച്ച് പേഷ്യന്റ് റെക്കോർഡ്സ് കണ്ടന്റുകൾ നമ്മൾ ഡിസ്കസ് ചെയ്തു അല്ലെ. ഒരുപാട് അതായത് നമ്മൾ എവിടെ ഏത് ഡിപ്പാർട്ട്മെന്റ് ഓഫ് ദ ഹോസ്പിറ്റലിലെ ഏത് ഏരിയയിലും ഏത് ഡിപ്പാർട്ട്മെന്റിലും പേഷ്യൻസിനെ കുറിച്ചുള്ള ഒരുപാട് ഡാറ്റാസ് ഇൻഫോർമേഷൻസ് ആക്കി മാറ്റി അവിടെ കളക്ട് ചെയ്ത് വെക്കുന്നുണ്ട്. ഇതെല്ലാം ഡോക്യുമെന്റ്സ് ആയിട്ട് മേ ബി സ്റ്റോർഡ് ഇൻ ദ കമ്പ്യൂട്ടർ സിസ്റ്റത്തിന്റെ സഹായത്തോടെ കമ്പ്യൂട്ടറിൽ സ്റ്റോർ ചെയ്ത് വെക്കേണ്ടതുണ്ട്. അല്ലാതെ ഹാർഡ് കോപ്പീസ് ആയിട്ട് നമുക്ക് പുറത്ത് സൂക്ഷിക്കേണ്ട കാര്യങ്ങളുണ്ട്. ഇങ്ങനെ ഇതെല്ലാം ഹു ആർ പ്രൊവൈഡിങ് സച്ച് ഡോക്യുമെന്റ്സ്, ഇത്തരം കാര്യങ്ങളൊക്കെ എന്നിട്ട് പിന്നീട് ആവശ്യങ്ങൾക്ക് വേണ്ടി ആരാണോ റെസ്പോൺസിബിൾ ആയിട്ടുള്ളവര്, ഓരോ ഡിപ്പാർട്ട്മെന്റും ലാബിലെ റിപ്പോർട്ട് ലാബുകാരാണ് അല്ലെ, ഇമേജിംഗ് ആൻഡ് എക്സ്റേ റിപ്പോർട്ട്സ് അവരാണ്, റേഡിയോളജിസ്റ്റുകളാണ് അത് തയ്യാറാക്കുന്നതും അത് എന്താ പറയാ വേണ്ട സമയത്ത് കൃത്യസമയത്ത് അക്യുറേറ്റ് ടൈമിലി അത് പ്രൊവൈഡ് ചെയ്യേണ്ടത് അവരാണ്. ഓക്കെ. അപ്പൊ ഓരോ റിപ്പോർട്ട്സും എന്താണ് പിന്നീട് നമുക്ക് ഉപയോഗിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ഇൻഫോർമേഷൻസ് ആയിട്ട് കളക്ട് ചെയ്ത് വെക്കുന്നത്. സോ അത് പ്രൊവൈഡ് ചെയ്യുന്നവരാണ് അതിന്റെ റെസ്പോൺസിബിലിറ്റി ഫുൾ ഏറ്റെടുക്കേണ്ടത്. ഇപ്പൊ ഫിസിഷ്യൻസ്, ഡോക്ടേഴ്സ് അവരുടെ കൺസൾട്ടേഷൻ കാര്യങ്ങള്, പേഷ്യന്റിന്റെ സിഗ്നിഫിക്കന്റ് ഇൽനെസ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഫിസിഷ്യൻസിന്റെ റിപ്പോർട്ടിൽ എഴുതുമ്പോൾ അത് മേ ബി ഹെൽപ്ഫുൾ ഫോർ ദയർ ട്രീറ്റ്മെന്റ് ആൻഡ് ഓൾസോ ഫോർ ഫർദർ പർപ്പസ്. ട്രീറ്റ്മെന്റിന് മാത്രമല്ല അവരെ അത് ഹെൽപ്പ് ചെയ്യുന്നത്, പിന്നീട് എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളൊക്കെ വിഷയങ്ങളൊക്കെ ഉണ്ടാകുകയാണെങ്കിൽ റിഗാർഡിംഗ് ദ ട്രീറ്റ്മെന്റ്, റിലേറ്റീവ്സിനോ പേഷ്യന്റിനോ എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ഫേസ് ചെയ്യുകയാണെങ്കിൽ എന്തൊക്കെ മരുന്നുകൾ തന്നു, എന്തൊക്കെ ഡോക്ടർ പ്രിസ്ക്രൈബ് ചെയ്ത മരുന്ന്, ആ മരുന്ന് തന്നെയാണോ തങ്ങൾക്ക് തന്നിരിക്കുന്നത്, ഇപ്പൊ ഫാർമസിയിൽ നിന്നുള്ള ഡോക്യുമെന്റുകൾ, അവിടുത്തെ റിപ്പോർട്ടുകൾ ഒക്കെ ഇതൊക്കെ വെച്ചിട്ട് കമ്പയർ ചെയ്ത് ഇതൊക്കെ വെച്ചിട്ട് എന്ത് ചെയ്യേണ്ടി വരും, അവർക്ക് പല കാര്യങ്ങൾക്കും ഒരു സൊല്യൂഷനിലേക്ക്, ഒരു എന്താ പറയാ ഒരു ആൻസറിലേക്ക് എത്തേണ്ടി വരും. അപ്പൊ ഇതിനൊക്കെ ഹെൽപ്പ് ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും ഡോക്യുമെന്റഡ് ആയിട്ട് റിപ്പോർട്ട്സ് ക്ലിയർ ആയിട്ട് അക്യുറേറ്റ് ആയിട്ട് കീപ്പ് ചെയ്യണം എന്നുള്ളത് ഹോസ്പിറ്റൽസിന്റെ ഓവറോൾ റെസ്പോൺസിബിലിറ്റിയാണ്. ഓക്കെ. അപ്പൊ ഇതൊക്കെ കൃത്യമായി ചെയ്തിട്ടുണ്ടോ എന്ന്
ആര് നോക്കേണ്ടി വരും? ആസ് എ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർ വി ഹാവ് ടു മോണിറ്റർ ഓൾ ദീസ് തിങ്സ്, അസസ് ഓൾ ദീസ് തിങ്സ്. അപ്പൊ ഒരു ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്ററിന്റെ ഡ്യൂട്ടി എന്താണ് എന്ന് ഓൾറെഡി നമ്മൾ ഇൻട്രൊഡക്ഷൻ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു അല്ലെ? ഇൻട്രൊഡക്ഷൻ ക്ലാസ് തുടങ്ങി നമ്മൾ കേൾക്കുന്നതാ. നമ്മൾ പഠിക്കുന്നത് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ആണ്. ഹോസ്പിറ്റലിനെ മൊത്തത്തിൽ മാനേജ് ചെയ്യേണ്ടതാണ്. ഹോസ്പിറ്റലിൽ നടന്ന എല്ലാ ആക്ടിവിറ്റീസും, ഓൾ ദ ആക്ടിവിറ്റീസ് ലൈക്ക് ഹ്യൂമൻ റിസോഴ്സുമായിട്ട് ബന്ധപ്പെട്ടത്, ഫിനാൻഷ്യൽ ആക്ടിവിറ്റീസ്, ഇൻഷുറൻസ് ആക്ടിവിറ്റീസ്, ഓവറോൾ എല്ലാ കാര്യങ്ങളും എന്ത് ചെയ്യുക? സ്കെഡ്യൂൾ ചെയ്യുക, കോർഡിനേറ്റ് ചെയ്യുക, മാനേജ് ചെയ്യുക. ആൻഡ് ഓൾസോ ട്രാക്ക് ദ പേഷ്യൻസ് കെയർ. പേഷ്യന്റിന്റെ കെയർ എത്രത്തോളം നല്ല രീതിയിൽ പ്രൊവൈഡ് ചെയ്യുന്നത് അത് ട്രാക്ക് ചെയ്യുക. ഇതൊക്കെയാണ്. അപ്പൊ ഒരു ഹോസ്പിറ്റലിൽ ഇത്തരം റിപ്പോർട്ടുകളൊക്കെ തയ്യാറാക്കിയൊക്കെ വെക്കുമ്പോഴും അല്ലെ, ഏതെങ്കിലും ഒരു റിപ്പോർട്ടുകളൊക്കെ അത്യാവശ്യം ഉണ്ടെങ്കിൽ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർക്കും അതിനകത്ത് പങ്കുണ്ട്. അത് വേണ്ട രീതിയിൽ കൃത്യമായ സമയത്ത് അത് പ്രൊവൈഡ് ചെയ്യുക, പ്രൊഡ്യൂസ് ചെയ്യുക. എപ്പോഴാണ് ആവശ്യം അത്തരം റിപ്പോർട്ടുകൾ അവൈലബിൾ അല്ലെങ്കിൽ നമ്മൾ അതിനുള്ള മെഷേഴ്സ് എടുക്കണം അല്ലെ? ഇന്ന റിപ്പോർട്ട് എന്തുകൊണ്ട് തയ്യാറാക്കിയില്ല? അപ്പൊ നമുക്ക് അതിന് റെസ്പോൺസിബിലിറ്റി ഉണ്ട്. കാരണം നമ്മൾ ഓവറോൾ മാനേജ്മെന്റിൽ ഏർപ്പെട്ടവരാണ്. ഓക്കെ, അപ്പൊ ഈ പേഷ്യൻസിന്റെ റെക്കോർഡുകളുടെ കണ്ടന്റുകളാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്ത് കുറച്ചും കൂടി ഉണ്ട്. നെക്സ്റ്റ് വൺ ഈസ് പാത്തോളജി റിപ്പോർട്ട്. എന്താണ് പാത്തോളജി റിപ്പോർട്ട് എന്ന് പറയുന്നത്? ഡ്യൂറിംഗ് ദ സർജിക്കൽ പ്രൊസീജിയർ, നമ്മളുടെ ഓപ്പറേഷൻസ് ഒക്കെ നടക്കുമ്പോൾ ചില സമയത്ത് ചില ടിഷ്യൂസ് ഓഫ് അവർ ബോഡി ഷുഡ് ബി റിമൂവ്ഡ് ഫോർ എനി ഡയഗ്നോസിസ് ആൻഡ് ടെസ്റ്റ്. എന്തെങ്കിലും പരിശോധനകൾക്കോ എന്തെങ്കിലും ടെസ്റ്റിനോ ഒക്കെ വേണ്ടിയിട്ട് നമ്മുടെ ശരീരത്തിൽ നിന്ന് എന്തെങ്കിലും ടിഷ്യൂസ് ഒക്കെ എടുത്ത് മാറ്റാറുണ്ട്. ഇപ്പൊ ലൈക്ക് എന്തെങ്കിലുമൊക്കെ ട്യൂമേഴ്സ് ഒക്കെ വയറ്റിന്റെ അകത്ത് അല്ലെ, ഇപ്പൊ സിസ്റ്റം എന്നൊക്കെ പറഞ്ഞിട്ടൊക്കെ ഒരു സംഭവം അല്ലെ, അത് ആളുകളിൽ വരാറുണ്ട്. അപ്പൊ അങ്ങനത്തെ ആ ട്യൂമേഴ്സ് ഒക്കെ എടുത്ത് മാറ്റുമ്പോ വെറുതെ അങ്ങോട്ട് മാറ്റിയിട്ട് അങ്ങോട്ട് കളയുകയല്ല ചെയ്യാം. ബിഫോർ ഇറ്റ് ഈസ് എന്താ പറയാ ഡിസ്പോസ്ഡ്. അത്തരം കാര്യങ്ങൾ കുഴപ്പമൊന്നുമില്ല, വലിയ ഹാംഫുൾ അല്ല, ഉപദ്രവകാരി അല്ലാത്തതൊക്കെ ആണെങ്കിൽ കുഴപ്പമില്ല, അത് മാറ്റാം. പക്ഷേ അത് ഉപദ്രവകാരിയാണോ, ഹാംഫുൾ ആണോ അല്ലേ എന്ന് നമുക്ക് ടെസ്റ്റ് ചെയ്ത് പരിശോധിച്ചൊക്കെ നോക്കേണ്ടി വരും. അപ്പൊ അതിന് വേണ്ടിയിട്ട് ചില ടിഷ്യൂസ് ഒക്കെ നമ്മുടെ ശരീരത്തിൽ നിന്ന് റിമൂവ് ചെയ്യാറുണ്ട്. അപ്പൊ ഇപ്പൊ സ്ത്രീകളിലൊക്കെ കാണുന്ന വയറ്റിലുള്ള ചില പുഴകള്, അത് ഹാംലെസ് ആണെങ്കിലും കുഴപ്പമില്ല. പക്ഷെ ഹാംലെസ് ആണോ എന്ന് നമുക്ക് എന്ത് ചെയ്യണം? അത് നോക്കി ടെസ്റ്റ് ചെയ്ത് ജസ്റ്റിഫൈ ചെയ്യണം. അല്ലാതെ കൈകൊണ്ട് അല്ലെങ്കിൽ വെറുതെ നമ്മുടെ കണ്ണോണ്ടൊന്നും നോക്കിയിട്ടല്ല. അപ്പൊ അതിന് വേണ്ടിയിട്ട് സർജിക്കൽ ട്രീറ്റ്മെന്റുകളൊക്കെ കൊടുക്കുന്ന സമയത്ത് when the tissues are removed, അത് ടിഷ്യൂസ് ഒക്കെ റിമൂവ് ചെയ്ത് കഴിഞ്ഞിട്ട് അത് എക്സാമിനേഷൻ പർപ്പസിന് വേണ്ടി പരിശോധിക്കാനൊക്കെ വേണ്ടിയിട്ടൊക്കെ മൂവ് ചെയ്യില്ലേ? അപ്പൊ അങ്ങനെയുള്ള റിപ്പോർട്ടുകൾ പിന്നെ ടിഷ്യൂ റിമൂവ് ചെയ്തിട്ടുണ്ട്, അത് ടെസ്റ്റിന് വേണ്ടി അയച്ചിരിക്കുകയാണ്. ഓൾ ദീസ് തിങ്സ് അത് ആണ് എന്തിൽ വരുന്നത്? നമ്മുടെ പാത്തോളജി റിപ്പോർട്ട് അതിന്റെ കണ്ടന്റ് ആയിട്ട് വരുന്നത്. മനസ്സിലായോ? അപ്പൊ എന്താണ് പാത്തോളജി റിപ്പോർട്ട് എന്ന് പറയുന്നത്? ഇറ്റ് ഡിസ്ക്രൈബ്സ് ദ ടിഷ്യൂ വിച്ച് ഈസ് റിമൂവ്ഡ് ഡ്യൂറിംഗ് സർജിക്കൽ പ്രൊസീജിയേഴ്സ് ഫോർ ഡയഗ്നോസിസ് ആൻഡ് എക്സാമിനേഷൻ ഓഫ് ദാറ്റ് ടിഷ്യൂ. അത്തരം ടിഷ്യൂസ് പരിശോധിക്കാനും എന്താ പറയാ അതിന്റെ ടെസ്റ്റുകളൊക്കെ നടത്താനൊക്കെ വേണ്ടിയിട്ട് സർജിക്കൽ പ്രൊസീജിയർ നടക്കുന്ന സമയത്ത് നമ്മുടെ ശരീരത്തിൽ നിന്നും റിമൂവ് ചെയ്തിരിക്കുന്ന ടിഷ്യൂവിനെ കുറിച്ച് വ്യക്തമാക്കുന്ന കാര്യങ്ങളാണ് പാത്തോളജി റിപ്പോർട്ടിൽ വരേണ്ടത്. ആൻഡ് ഹു ഈസ് റെസ്പോൺസിബിൾ ടു ഡോക്യുമെന്റ് സച്ച് റിപ്പോർട്ട്? അത്തരം റിപ്പോർട്ടുകൾ ഡോക്യുമെന്റ് ചെയ്യാനുള്ള ആ ഒരു ഉത്തരവാദിത്തം ആർക്കാണ്? പാത്തോളജി റിപ്പോർട്ട് തയ്യാറാക്കാനുള്ള ഉത്തരവാദിത്തം ആർക്കായിരിക്കും? യൂഷ്വലി ദ പാത്തോളജിസ്റ്റിനായിരിക്കുള്ളൂ അതിന്റെ ഉത്തരവാദിത്തം വരിക. മനസ്സിലായോ? എന്താണ് പാത്തോളജി റിപ്പോർട്ട് എന്ന് മനസ്സിലായോ? ഓഫ് ദാറ്റ് ടിഷ്യൂ എന്നാണ്. ഒരു ടി അവിടെ വിട്ടുപോയിരുന്നത് തോന്നുന്നത്. നിങ്ങളുടെ നോട്ടില് ഉണ്ടോന്ന് എനിക്കറിയില്ല. ഇവിടെ ഒരു ടി കാണാനില്ല. എക്സാമിനേഷൻ ഓഫ് ദാറ്റ് ടിഷ്യൂ എന്നാണ് കേട്ടോ. ടിഷ്യൂ എന്നാക്കാമോ? ടെക്സ്റ്റിലില്ല. ഓക്കെ, ഒന്ന് ടിയിലേക്ക് കേട്ടോ. അവിടെ ആ രണ്ട് സെന്റൻസ് ഇമ്പോർട്ടന്റ് ആണ്. എന്താണ് പാത്തോളജി റിപ്പോർട്ട് എന്നും ഓക്കെ ആരാണ് അത് തയ്യാറാക്കാനുള്ള ഉത്തരവാദിത്തപ്പെട്ട ആള് എന്നുമാണ് ആ രണ്ട് സെന്റൻസ് അതിനെ കുറിച്ചുള്ളൂ. രണ്ട് സെന്റൻസും ഇമ്പോർട്ടന്റ് ആണ്. ദ പാത്തോളജിസ്റ്റ് ഈസ് റെസ്പോൺസിബിൾ ഫോർ ഡോക്യുമെന്റിംഗ് ദ പാത്തോളജി റിപ്പോർട്ട്. ക്ലിയർ ആയല്ലോ? മനസ്സിലാവാത്തവരുണ്ട് ആരെങ്കിലും? ഇല്ല. ഓക്കെ, നെക്സ്റ്റ് വൺ ഓപ്പറേറ്റീവ് റിപ്പോർട്ട്. ഓക്കെ, ഓപ്പറേഷൻസ്, സർജറീസ്. ഓപ്പറേറ്റീവ് റിപ്പോർട്ട് എന്ന് പറഞ്ഞാൽ ഓപ്പറേഷൻ സംബന്ധമായിട്ടുള്ള റിപ്പോർട്ടുകൾ. അതായത് ഓപ്പറേഷൻ സംബന്ധിക്കുന്ന കാര്യങ്ങൾ. ഇപ്പൊ ഒരു വലിയ സർജറിയോ ചെറിയ സർജറിയോ എന്തെങ്കിലും നടത്തുകയാണ്. അപ്പൊ ആ സർജറിയെ സംബന്ധിക്കുന്ന ചില റിപ്പോർട്ടുകളൊക്കെ തയ്യാറാക്കേണ്ടി വരും. ഏത് ഭാഗമാണ് സർജറി ചെയ്തത്, എന്താണ് അതിൽ അവർ കണ്ടെത്തിയ കാര്യങ്ങൾ. ആൻഡ് ഓൾസോ ആ സർജറി പെർഫോം ചെയ്യുന്നത് മാത്രം അതിനകത്ത് റിപ്പോർട്ടായിട്ട് കാണിച്ചാൽ പോരാ. പിന്നെ എന്ത് കാണിക്കണമായിരിക്കും?
ഒരു ഓപ്പറേഷൻ നടന്നു. അതെ, ആ വയറിന്റെ ഇന്ന ഭാഗത്ത് ലെഫ്റ്റ് സൈഡില് ഒരു ഇതുണ്ടായിരുന്നു, അപ്പൊ അവിടെ ഓപ്പറേഷൻ ചെയ്തു. അവിടെ ഓപ്പറേഷൻ ചെയ്തിട്ട് അവർ കണ്ടെത്തിയ കാര്യങ്ങൾ അതൊക്കെ എഴുതി വെച്ചു. അതിന് ശേഷം നമ്മളത് സ്റ്റിച്ച് ചെയ്തു. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ എഴുതിയാൽ മതിയോ? അല്ല, പോരാ. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് who performed that surgery, ആരാണ് ആ സർജറി നടത്തിയത്, ആരൊക്കെ ആ സർജറി ചെയ്ത സർജനെ അസിസ്റ്റ് ചെയ്തു. ഒറ്റയ്ക്കല്ലല്ലോ ചിലപ്പോ അസിസ്റ്റ് ചെയ്യാനായിട്ട് കൂടെ വേറെ ആരെങ്കിലും ഒക്കെ ഡോക്ടേഴ്സ് ഉണ്ടായിരുന്നു അല്ലെ. സർജനെ അസിസ്റ്റ് ചെയ്തവർ ആരൊക്കെയാണ് എന്നുള്ളവരുടെ പേര് വിവരങ്ങളൊക്കെ വേണം. മനസ്സിലായോ? പേരൊക്കെ കൃത്യമായിട്ട് കൊടുക്കണം. ഇന്ന ഡോക്ടർ ഇന്ന ആള്, ആ ഡോക്ടറിനെ അസിസ്റ്റ് ചെയ്തത് ഇന്ന ഡോക്ടേഴ്സ്, ഇന്ന നഴ്സസ്, ആരൊക്കെയാണോ അവരുടെ കൂടെ ആ ഓപ്പറേഷൻ തിയേറ്ററിൽ ആ ഒരു സർജറി പെർഫോം ചെയ്യാൻ ഉണ്ടായിരുന്നത് അവരുടെ പേരുകളുടെ ഒരു ലിസ്റ്റ് വേണം. ആൻഡ് ഓൾസോ ദ സർജൻ ഈസ് റെസ്പോൺസിബിൾ. ആ സർജൻ ആണ് അതൊക്കെ ആ റിപ്പോർട്ട് തയ്യാറാക്കേണ്ടത്. ഓപ്പറേഷനെ സംബന്ധിച്ച റിപ്പോർട്ട്സ് തയ്യാറാക്കേണ്ടത് സർജൻ ആണ്. കൂടാതെ സർജന്റെ പേരും സർജനെ ആരൊക്കെ സപ്പോർട്ട് ചെയ്തു, അസിസ്റ്റ് ചെയ്തു, ഹെൽപ്പ് ചെയ്തു അവരുടെ പേരും ഇതിനകത്ത് കൃത്യമായി ഉൾപ്പെടുത്തിയിരിക്കണം. മനസ്സിലാവും. ഒറ്റയ്ക്ക് ചെയ്യാൻ പറ്റില്ല. എന്തായാലും ഒരു സർജറി ഓപ്പറേഷൻസ് തിയേറ്ററിൽ ഓപ്പറേഷൻസ് നടത്തുന്ന സമയത്ത് കൂടെ ആരെങ്കിലും ഒക്കെ ഉണ്ടാകും, 1-2 പേരൊക്കെ ഉണ്ടാകും, ഈവൻ നഴ്സസ് ഉണ്ടാകാം. അപ്പൊ അവരുടെ പേര് കൂടി ഉൾപ്പെടുത്തുക. കാരണം ഇഫ് എന്തെങ്കിലും തരത്തിലുള്ള കൺഫ്യൂഷൻസ് ഉണ്ടായാൽ പിന്നീട് നമുക്ക് ചോദിക്കുമ്പോൾ ഒരാളെ മാത്രം ചോദിക്കേണ്ട ആവശ്യമില്ല, മറ്റുള്ളവരോട് കൂടി നമുക്ക് കാര്യങ്ങൾ ചോദിച്ച് അറിയാൻ പറ്റും. എല്ലാവരും ഒരുപോലെ കാര്യങ്ങൾ ഓക്കെ വ്യക്തമാക്കുകയാണെങ്കിൽ നമുക്ക് കുഴപ്പമില്ല. ചിലപ്പോ ചില കാര്യങ്ങളൊക്കെ ചില കേസസ് ഒക്കെ വരുമ്പോ ചില സർജറീസ് ഒക്കെ നടത്തി എന്തെങ്കിലും ഫോൾട്ട് വന്നു, രോഗിക്ക് എന്തെങ്കിലും സംഭവിച്ചു, പിന്നീട് മരണം സംഭവിച്ചു, അപ്പൊ ചോദ്യങ്ങൾ വരും. അപ്പൊ ഒരു സർജനെയാണ് നമ്മൾ ചോദിക്കുന്നത്, ആളുടെ കൂടെ ആരൊക്കെ ഉണ്ടോ അവരോടൊക്കെ ചോദിക്കാം നമുക്ക്. അപ്പൊ എല്ലാവരും ഓക്കെ, എല്ലാവരും കറക്റ്റ് ആയിട്ട് പെർഫെക്റ്റ് ആയിട്ട് ഒരേ കാര്യം ഒരേ സ്വരത്തിൽ പറയുകയാണെങ്കിൽ ഓക്കെ. പക്ഷെ തെറ്റുകൾ നമുക്ക് നുണകളൊക്കെ ആണെങ്കിൽ എന്താ പറയാ എല്ലാവർക്കും ഒരേപോലെ പറയാൻ പറ്റില്ല. എവിടെയെങ്കിലൊക്കെ നമുക്കത് കണ്ടുപിടിക്കാൻ പറ്റും. പോലീസുകാരൊക്കെ കേസുകൾ തെളിയിക്കുന്നത് അങ്ങനെയാണ്. മനസ്സിലായോ? ചിലപ്പോ ചില ആൾക്കാര് കൂട്ടുനിന്ന് ചില തെറ്റായ കാര്യങ്ങൾക്കൊക്കെ ചില പങ്കുവഹിച്ച് എന്ത് ചെയ്യും, ചില തെറ്റുകുറ്റങ്ങളൊക്കെ നടത്തും. പക്ഷെ അതിനെ ന്യായീകരിക്കാൻ നോക്കും, ഞാനല്ല അതാണ് ഇതാണെന്നൊക്കെ പറഞ്ഞു. പക്ഷെ തെറ്റ് ഒരിക്കലും നമുക്ക് എല്ലാവർക്കും ഒരുപോലെ ഒറ്റ സ്വരത്തിൽ പറയാൻ പറ്റില്ല. പക്ഷെ ശരിയാണെങ്കിൽ എന്താ പറയാ, ഇപ്പൊ എല്ലാവരും കൂടി ഞങ്ങൾ എല്ലാവരും ഉണ്ടായിരുന്നു, ഇത് ഇങ്ങനെയാണ് സംഭവിച്ചത്, എല്ലാവരും ഒരേ സ്വരത്തിൽ പറയുമ്പോൾ അത് ശരിയായിരിക്കും. പക്ഷെ തെറ്റുകൾ അങ്ങനെ ഒരേ സ്വരത്തിൽ പറയില്ല. അവിടെ ഇവിടെയൊക്കെ ചിലപ്പോൾ ഫോൾട്ട് വരും. തെറ്റുകളൊക്കെ നമ്മളുടെ ശരിയാക്കി എന്ത് ചെയ്യും, നാക്കുന്നുണ പറയില്ലല്ലോ. കുറച്ച് കഴിയുമ്പോ നമ്മള് തന്നെ എന്താ പറയാ ഒരു നുണയ്ക്ക് പകരം വീണ്ടും നുണകൾ പറഞ്ഞ് അവസാനം കള്ളി വിളിച്ചെത്താം. അങ്ങനെ ഒരു സിറ്റുവേഷനിലേക്ക് പോകും ഇല്ലേ? അങ്ങനെയല്ലേ? ആലോചിച്ച് നോക്കിയേ. സത്യങ്ങൾ നമുക്ക് എത്ര വേണമെങ്കിലും എന്താ പറയാ സത്യമാണെങ്കിൽ കൃത്യമായിട്ട് അത് കറക്റ്റ് ആയിട്ട് എപ്പോ ചോദിച്ചാലും പറയാൻ പറ്റും. പക്ഷെ നുണകള് നമ്മള് തെറ്റുകളൊക്കെ ചെയ്തിട്ട് അതിന്റെ നുണകളൊക്കെ പറയുമ്പോ അത് ഏതെങ്കിലും ഒരു പോയിന്റ് ഓഫ് ടൈമിൽ അതൊക്കെ പുറത്തു വരും അല്ലെ? പറഞ്ഞിട്ട് പുറത്തു വരും. അപ്പൊ ഓപ്പറേറ്റീവ് റിപ്പോർട്ട്സ് എന്താണെന്ന് എഴുതി അണ്ടർലൈൻ ചെയ്തോ. ആ 2 സെന്റൻസും അണ്ടർലൈൻ ചെയ്യണം. Operative reports describe any surgery performed and list the names of surgeons and assistants. കൂടെ സഹായിച്ചവരും സർജന്റെ പേര് ഉൾപ്പെടെ ഓപ്പറേഷന്റെ എല്ലാ കാര്യങ്ങളും ഡിസ്ക്രൈബ് ചെയ്യുന്ന വിവരിക്കുന്ന റിപ്പോർട്ടാണ് ഓപ്പറേറ്റീവ് റിപ്പോർട്ട്സ്. Surgeon is responsible for documenting the information found in the operating report. Operating reportile surgeons ആണ് അതിന്റെ documents ഒക്കെ എഴുതി തയ്യാറാക്കുന്നത്. Clear ആയല്ലോ? Okay. Next one, discharge summary. Discharge summary. നമുക്കറിയാം discharge summary is the record which is prepared at the time of the patient's discharge from the hospital. ഹോസ്പിറ്റലിൽ നിന്ന് പേഷ്യൻസ് ഡിസ്ചാർജ് ചെയ്ത് പോകുന്ന സമയത്ത് എഴുതി തയ്യാറാക്കുന്ന ഒരു സമ്മറി, അതിനെയാണ് നമ്മൾ ഡിസ്ചാർജ് സമ്മറി എന്ന് വിളിക്കാം. അതിനകത്ത് എന്താ പറയാ എന്തൊക്കെ ട്രീറ്റ്മെന്റുകൾ, എന്തൊക്കെ കെയർ ആ പേഷ്യന്റിന് കൊടുത്തു, എവറിത്തിങ് വിൽ ബി ഇൻക്ലൂഡഡ്. എല്ലാ കാര്യങ്ങളും അതിനകത്ത് ഇൻക്ലൂഡഡ് ആയിരുന്നു ഡിസ്ചാർജ് സമ്മറി. യൂഷ്വലി ഒരു ഡിസ്ചാർജ് സമ്മറിയിൽ എന്തൊക്കെ കാര്യങ്ങളാണ് ഇൻക്ലൂഡ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹോസ്പിറ്റലിൽ എന്തിനാണ് പേഷ്യന്റിനെ അഡ്മിറ്റ് ചെയ്തത്, ഹോസ്പിറ്റലിന്റെ സ്റ്റേ ആൻഡ് റീസൺ ഫോർ അഡ്മിഷൻ, എത്ര നാള് സ്റ്റേ ചെയ്തു, എന്തിനാണ് അഡ്മിഷൻ കൊടുത്തത്, എന്തൊക്കെ ഫൈൻഡിങ്സ് ആ ഒരു രോഗിയില് എന്തൊക്കെ ടെസ്റ്റുകൾ നടത്തി, അതിൽ എന്തൊക്കെ കാര്യങ്ങൾ കണ്ടെത്തി, എന്തെങ്കിലും പ്രൊസീജിയേഴ്സ് പെർഫോം ചെയ്തോ, ഇപ്പൊ സർജറിയോ മറ്റേതെങ്കിലും തരത്തിലുള്ള ട്രീറ്റ്മെന്റുകൾ അവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടോ, എന്തെങ്കിലും തെറാപ്പീസ് കൊടുത്തിട്ടുണ്ടോ, പിന്നെ പേഷ്യന്റ് എങ്ങനെയാണ് ട്രീറ്റ്മെന്റിനോട് പ്രതികരിച്ചത്, റെസ്പോൺസ് ടു ദ ട്രീറ്റ്മെന്റ്, പിന്നെ പോകുന്ന സമയത്ത് ഡിസ്ചാർജ് ചെയ്യുന്ന പോകുന്ന സമയത്ത് വാട്ട് ഇസ് ദ കണ്ടീഷൻ ഓഫ് ദ പേഷ്യന്റ്, പേഷ്യന്റിന്റെ കണ്ടീഷൻ എന്താണ്, എന്തൊക്കെ മെഡിക്കേഷൻസ് കൊടുത്തു, ഇനി എന്തൊക്കെ മരുന്നുകൾ കഴിക്കണമെന്ന് ഇൻസ്ട്രക്ഷൻസ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്, ആള് ഫോളോ ചെയ്യേണ്ടതായിട്ടുള്ള ഇനി അങ്ങോട്ട് ഫോളോ ചെയ്യേണ്ടത് വീട്ടിൽ ചെന്നാലും ചെയ്യേണ്ടതായിട്ടുള്ള ഡയറ്റ്,
മറ്റ് ഇനി എപ്പോഴാണ് തിരിച്ച് ഇനി എന്നാ വന്ന് ഡോക്ടറെ തിരിച്ച് കാണേണ്ടത്, ഫോളോ അപ്പിന് വേണ്ടിയിട്ട് വരേണ്ടത്, ഓൾ ദീസ് തിങ്സ്. അതായത് ഒരു പേഷ്യന്റിനെ അഡ്മിറ്റ് ചെയ്യുന്നത് മുതൽ പുറത്തു പോയിട്ട് ഇനി എപ്പോഴാണ് തിരിച്ച് ഡോക്ടറെ കാണാൻ വീണ്ടും അടുത്തൊരു ഫോളോ അപ്പിന് വേണ്ടി വരേണ്ടത് വരെയുള്ള എല്ലാ കാര്യങ്ങളും ഡിസ്ചാർജ് സമ്മറിയിൽ ഉൾപ്പെട്ടിട്ടുണ്ടായിരിക്കും അല്ലെ. അപ്പൊ അതാണ് ഡിസ്ചാർജ് സമ്മറി എന്ന് പറയുന്നത്. സോ ഡിസ്ചാർജ് സമ്മറി ഹാവ് ടു ബി പ്രിപ്പയർഡ് ബൈ ദ ഫിസിഷ്യൻ ഹു ഈസ് അറ്റൻഡിങ് ദ പേഷ്യന്റ്. ആ പേഷ്യന്റിനെ അറ്റൻഡ് ചെയ്യുന്ന ഫിസിഷ്യൻ ആരാണോ അവരാണ്, ആ ഫിസിഷ്യൻ ആ ഡോക്ടർ ആയിരിക്കണം എന്ത് ചെയ്യുന്നത്, ഡിസ്ചാർജ് സമ്മറി പ്രിപ്പയർ ചെയ്യേണ്ടത്. എന്നിട്ട് അതായത് ആ പേഷ്യന്റ് എത്രത്തോളം സമയം ഹോസ്പിറ്റലിൽ സ്പെൻഡ് ചെയ്തു, അതിൽ ആ ആളുടെ ആ ഒരു എന്താ പറയാ ഒരു സ്റ്റേ ഇൻ ദ ഹോസ്പിറ്റലിൽ ആ സ്റ്റേ മുഴുവനും കൃത്യമായിട്ട് വിവരിച്ച് നമ്മുടെ ഫിസിഷ്യൻസ് തയ്യാറാക്കി വെക്കണം. ഡിസ്ചാർജ് സമ്മറി ഹാസ് ടു ബി പ്രിപ്പയർഡ് ബൈ ദ ഫിസിഷ്യൻ അറ്റൻഡിങ് ദ പേഷ്യന്റ് ഡ്യൂറിംഗ് ദ പേഷ്യൻസ് സ്റ്റേ ഇൻ ദ ഹോസ്പിറ്റൽ. പേഷ്യന്റ് എത്ര സമയം എത്ര കാലം എന്തിനു വേണ്ടി എന്തൊക്കെ കാര്യങ്ങൾ ചെയ്തു എന്നുള്ളതെല്ലാം വിവരിക്കുന്ന കാര്യങ്ങള് നമ്മുടെ ഫിസിഷ്യൻ ആരാണോ ആ പേഷ്യന്റിനെ അറ്റൻഡ് ചെയ്യുന്ന ആ ഫിസിഷ്യൻ ആണ് തയ്യാറാക്കേണ്ടത്. എന്നെ നോക്കിയ ഡോക്ടർ ഒരാള് എന്നിട്ട് ഡിസ്ചാർജ് സമ്മറി വേറെ ഡോക്ടർ തയ്യാറാക്കില്ല. എന്റെ ഡോക്ടർ എന്നെ ആരാണോ ചികിത്സിച്ചത്, എന്നെ അഡ്മിറ്റ് ചെയ്തതും എന്താ പറയാ എനിക്ക് ട്രീറ്റ്മെന്റുകളൊക്കെ തന്നതും ഈ ഡോക്ടറുടെ നിർദ്ദേശപ്രകാരമാണെങ്കിൽ ആ ഡോക്ടർ ആയിരിക്കണം നമ്മുടെ ഡിസ്ചാർജ് സമ്മറി എന്താ പറയാ പ്രിപ്പയർ ചെയ്യേണ്ടത്, ഡോക്യുമെന്റ് ചെയ്യേണ്ടത്. ക്ലിയർ ആയോ? ഓക്കെ, അപ്പൊ അതില് നമ്മൾ അണ്ടർലൈൻ ചെയ്യേണ്ടത് the discharge summary summarizes the hospital stay including the reason for admission, significant findings from tests, procedures performed, therapies provided, responses to treatment, condition at discharge, and instructions for medications, activity, diet, and follow-up care. Okay, adum the attending physician is responsible for documenting the discharge summary at the conclusion of the patient's stay in the hospital. Okay, the attending physician എന്ന് തുടങ്ങി അത് ഫുള്ളും അതായത് ഫസ്റ്റ് സെന്റൻസ് ഒഴിച്ച് ബാക്കി ഫുള്ളും നമുക്ക് അണ്ടർലൈൻ ചെയ്യണം. എന്തൊക്കെയാണ് ഡിസ്ചാർജ് സമ്മറിയിൽ ഇൻക്ലൂഡ് ചെയ്യുന്നതെന്നും ആരാണ് ഡിസ്ചാർജ് സമ്മറി തയ്യാറാക്കേണ്ടതെന്നും ഈ രണ്ട് സെന്റൻസ് ആണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ ആണോ? എളുപ്പല്ലേ പഠിക്കാൻ? ഓരോ ഇതിനകത്തും എന്തൊക്കെ കാര്യങ്ങൾ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്, ഓരോ റിപ്പോർട്ടും എന്താണ്, ആര് തയ്യാറാക്കുന്നത്, ഓരോ റിപ്പോർട്ടും എന്താണ്, അതിൽ എന്ത് ഉൾപ്പെടുന്നു, ആരാണ് ആ റിപ്പോർട്ട് തയ്യാറാക്കുന്നത്, ഓരോ കണ്ടന്റിലും നമുക്ക് അതാണ് പഠിക്കാനുള്ളത് കേട്ടോ. മനസ്സിലായല്ലേ? ഈസിയാണ്. നെക്സ്റ്റ് വൺ ക്ലെയിംസ് കണ്ടന്റ് ആണ്. ക്ലെയിം എന്താ? ഡിസ്ചാർജ് സമ്മറി ഒക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലെ. ഡിസ്ചാർജ് പ്രോസസ് എന്ന് പറയുന്ന ഒരു ചാപ്റ്റർ ഉണ്ടായിരുന്നു അല്ലെ, ഡിപ്ലോമയിൽ ഉണ്ടായല്ലോ. ശരിയാണ്, ഡിസ്ചാർജ് പ്രോസസ് പറഞ്ഞൊരു ചാപ്റ്റർ ഉണ്ടായിരുന്നു. അപ്പൊ നമ്മൾ അവിടെ ഡിസ്ചാർജ് സമ്മറി ഒക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. ഓക്കെ, അടുത്തത് ക്ലെയിംസ് കണ്ടന്റ് ആണ്. ക്ലെയിം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? ക്ലെയിം ഇൻഷുറൻസിൽ നമ്മൾ പഠിച്ചില്ലേ, മെഡിക്കൽ ഇൻഷുറൻസ് എന്ന് പറയുന്ന ചാപ്റ്റർ ഉണ്ടായിരുന്നു. ഇതില് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷന്റെ ഡിപ്ലോമയിൽ മെഡിക്കൽ ഇൻഷുറൻസ് ഫോർത്ത് മൊഡ്യൂളില് ഫസ്റ്റ് ചാപ്റ്റർ എന്തായിരുന്നു ക്ലെയിം എന്ന് പറഞ്ഞാൽ? ക്ലെയിം ഇസ് ദ റിക്വസ്റ്റ് ബൈ ദ പേഷ്യന്റ് ടു പേ ദ money or compensation for any accident or illness from the insurer. ഇൻഷുററിനോട് ഇപ്പൊ നമുക്ക് എന്തെങ്കിലും അസുഖങ്ങൾ വന്നു, ഹോസ്പിറ്റലൈസ്ഡ് ആയി, അല്ലെങ്കിൽ എന്തെങ്കിലും മുറിവുകൾ വന്നു, ഹോസ്പിറ്റലൈസ്ഡ് ആയി, അപ്പൊ ഞാനിങ്ങനെ ഹോസ്പിറ്റലൈസ്ഡ് ആണ്, എനിക്ക് ആ ഹോസ്പിറ്റലിൽ വരുന്ന ചെലവുകളൊക്കെ മീറ്റ് ചെയ്ത് തരണം എന്ന് പറഞ്ഞുകൊണ്ട് ഇൻഷുറൻസ് കമ്പനിയോട് ഇൻഷുർഡ് നടത്തുന്ന ആ ഒരു റിക്വസ്റ്റ് ഫോർ പേയ്മെന്റിന് വേണ്ടിയുള്ള റിക്വസ്റ്റിനെയാണ് ആ ഒരു അഭ്യർത്ഥന. നിങ്ങളുടെ ആശുപത്രിയിലാണ് എന്താ പറയാ, എനിക്ക് ഹോസ്പിറ്റലില് മെഡിക്കൽ ഇൻഷുറൻസ് ഉണ്ട്, ഇൻഷുറൻസിന്റെ തുക എങ്ങനെയും പേയ്മെന്റ് കിട്ടണം എന്നുള്ള നമ്മുടെ അഭ്യർത്ഥന. അതിനെയാണ് നമ്മള് ക്ലെയിം എന്ന് വിളിക്കുക. അപ്പൊ നമുക്കറിയാം the health care providers give treatment and care to the patient, so they have to be paid. തീർച്ചയായിട്ടും നമുക്ക് ആശുപത്രിയിൽ കിടക്കുമ്പോൾ നഴ്സസ് ആയിക്കോട്ടെ, ഡോക്ടേഴ്സ് ആയിക്കോട്ടെ, നമുക്ക് അവര് എന്താ പറയാ കൃത്യമായ കെയറിങ് തരുന്നു, കൃത്യമായ ട്രീറ്റ്മെന്റ് തരുന്നു. എന്ത് ചെയ്യണം? തീർച്ചയായിട്ടും അവർക്ക് പേയ്മെന്റ് കൊടുക്കണം, വേണ്ടേ? അവർക്ക് കൊടുക്കണം, കാശ് കൊടുക്കണം. അവര് നമുക്ക് തരുന്ന ആ ഒരു നമ്മുടെ ഹെൽത്ത് ഓക്കെ ആക്കാൻ വേണ്ടി അവർ ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ട്. തീർച്ചയായിട്ടും അവർ അതിന് പേയ്മെന്റ് അർഹിക്കുന്നവരാണ്, കാശായിട്ട് കൊടുക്കണം അല്ലെ. നമുക്ക് എന്തെങ്കിലും സാധനങ്ങൾ വാങ്ങിക്കുമ്പോൾ കാശ് കൊടുത്താൽ മതിയോ? അല്ല, we have to pay for the goods and also for the services provided. നമുക്ക് ആരൊക്കെ എന്തെങ്കിലും സാധനങ്ങൾ തരുന്നോ അതിന് പേയ്മെന്റ് കൊടുക്കണം. നമ്മൾക്ക് ഏതൊക്കെ തരത്തിലുള്ള സേവനങ്ങൾ ലഭ്യമാകുന്നോ അപ്പോൾ നമ്മൾ പേയ്മെന്റ് കൊടുക്കണം. നമ്മളിവിടെ ക്ലാസ്സിൽ ഇരുന്ന് പഠിക്കുകയാണ്
അല്ലെ? ഇന്നത്തെ ക്ലാസ് കഴിയുമ്പോ എന്താ പറയാ, കൂടെയുള്ളവര് പാരന്റ്സ് ആയിക്കോട്ടെ അല്ലെങ്കിൽ ഹസ്ബൻഡ് ആയിക്കോട്ടെ, ഇന്നെന്താ നിനക്ക് ക്ലാസ്സിൽ കയറിയിട്ട് കിട്ടിയത് എന്ന് ചോദിച്ചാൽ എടുത്ത് കാണിച്ചു കൊടുക്കാൻ വല്ല സാധനം ഉണ്ടോ കയ്യില്? ഉണ്ടോ കയ്യില്? എന്തെങ്കിലും ഫിസിക്കൽ ആയിട്ടുള്ള എന്തെങ്കിലും ഒരു ഒബ്ജക്ട് നമുക്ക് ഇങ്ങനെ എടുത്ത് വെച്ച് കാണിച്ചു കൊടുക്കാൻ പറ്റുമോ? എനിക്ക് ഇന്ന് ഇതാണോ നിഷാമിസ് തന്നത് ക്ലാസ്സിൽ കയറിയിട്ട് എന്ന് പറഞ്ഞ് കൊടുക്കാനുണ്ടോ? എന്താ ഇല്ല അല്ലെ? എന്താ പ്രെഗ്നന്റ് വേണ്ടി ചോദിക്കുന്നുണ്ട് ഇതൊക്കെ. ഓക്കെ, നമ്മുടെ കയ്യില് ഫിസിക്കലായിട്ട് നമ്മളൊന്നും ഷെയർ ചെയ്യുന്നില്ല, കൊടുക്കുന്നില്ല. ഇന്ന് ഇതാണ് നിങ്ങൾക്ക് തരാനുള്ളതെന്ന് പറഞ്ഞാൽ നിങ്ങൾക്കൊന്നും തരുന്നില്ല. പക്ഷേ യു ആർ ഗെറ്റിംഗ് സംതിങ്. പക്ഷെ നിങ്ങൾക്ക് എന്തെങ്കിലും കിട്ടുന്നുണ്ടോ? ഇവിടെ കയറി 1 മണിക്കൂർ നമ്മളുടെ ക്ലാസ്സിൽ ഇരിക്കുമ്പോൾ എന്തെങ്കിലും കിട്ടുന്നുണ്ടോ? യെസ്, ദാറ്റ് ഈസ് ദ നോളജ്. അറിവ് നമുക്ക് കിട്ടുന്നുണ്ട്. എന്താ? ഇൻ ദ ഫോം ഓഫ് സർവീസ്. അത് നമുക്ക് എടുത്തു വെച്ച് കാണിച്ചു കൊടുക്കാൻ പറ്റില്ല അല്ലെ? ഇൻടാഞ്ചിബിൾ ആയിട്ടുള്ള, കാണാൻ പറ്റാത്ത, തൊടാൻ പറ്റാത്ത ഒരു എന്താ പറയാ പ്രത്യേക ഒരു രൂപമുള്ള ഒരു സാധനമല്ല നിങ്ങൾക്ക് ഞാൻ ഷെയർ ചെയ്തു തരുന്നത്. ഒരു സേവനം. അപ്പൊ ആ സേവനത്തിനും എന്ത് ചെയ്യണം? നമ്മൾ പേയ്മെന്റ് കൊടുക്കണം. അതിനാണല്ലോ അല്ലെ നിങ്ങൾ നിങ്ങളുടെ ഈ ഒരു കോഴ്സിന് വേണ്ടി അഡ്മിഷൻ വാങ്ങിച്ചപ്പോ രജിസ്ട്രേഷൻ ഫീസ് ആയിട്ട്, മന്ത്ലി ഫീസ് ആയിട്ട് നിങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അല്ലെ? അപ്പൊ നല്ല തന്നെ ഗുഡ്സിനും സർവീസസിനും തീർച്ചയായിട്ടും നമ്മൾ പേയ്മെന്റ് കൊടുക്കണം. ഹോസ്പിറ്റൽസിൽ അവർ തരുന്നത് എന്താണ്? കെയറിംഗ് ആണ്. കെയറിംഗ് ഈസ് എ സർവീസ് അല്ലെ? പേഷ്യൻസിനെ നല്ല രീതിയിൽ ഹാൻഡിൽ ചെയ്യുക, അവർക്ക് വേണ്ട ട്രീറ്റ്മെന്റുകൾ കൊടുക്കുക. മരുന്നുകൾക്ക് മാത്രമല്ല പേയ്മെന്റ്, അവരുടെ ട്രീറ്റ്മെന്റുകൾക്കും പേയ്മെന്റ് കൊടുക്കണം. സോ അവരത് അറിയിക്കുന്നവരാണ്. അപ്പൊ നമ്മുടെ എന്താ പറയാ ഈ ഹെൽത്ത് കെയർ ഓർഗനൈസേഷൻസ് അവർക്ക് അതിൻ്റെതായ ഒരു ബില്ലുണ്ട് അറ്റ് ദ എൻഡ് ഓഫ് ദാറ്റ് പർട്ടിക്കുലർ ട്രീറ്റ്മെന്റ്. ഒരു ട്രീറ്റ്മെന്റ് കഴിഞ്ഞ് ആ രോഗി അവിടെ വിട്ടു പോകുന്നതിന് മുമ്പ് അവർക്ക് ഒരു ബില്ലിംഗ് അക്കൗണ്ടിങ് സെക്ഷൻ അവർ എന്ത് ചെയ്യുന്നു? ഒരു ബില്ല് അതിനുവേണ്ടി പ്രൊവൈഡ് ചെയ്യും ഓരോ പേഷ്യൻസ് സംബന്ധിച്ച്. ഓക്കെ, അപ്പൊ ബില്ല് പ്രകാരമുള്ള പേയ്മെന്റുകളാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഹോസ്പിറ്റലിന്റെ ക്യാഷ് കൗണ്ടറിൽ പേ ചെയ്തിട്ട് പോകുന്നത്. ഫോർ ദ മെഡിസിൻസിന് മാത്രമുള്ള പേയ്മെന്റ് അല്ല നമ്മൾ എടുക്കുന്നേ. നഴ്സസിന്റെ കെയർ ഇതൊക്കെ ഇൻക്ലൂഡഡ് ആണ്. പിന്നെ കൺസൾട്ടേഷൻ ഫീസ് ഉണ്ടായിരിക്കും. പിന്നെ മറ്റേതെങ്കിലും തരത്തിലുള്ള സേവനം, ടെസ്റ്റിങ്ങിനോ അല്ലെങ്കിൽ മറ്റു കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് നമ്മൾ പേയ്മെന്റുകളൊക്കെ കൊടുക്കേണ്ടി വരും. ഇതെല്ലാം എന്താണ്? നമുക്ക് ഇപ്പൊ ഇൻഷുറൻസ് ഒക്കെ ഉള്ളവരാണെങ്കിൽ അവർക്ക് ക്ലെയിം കിട്ടും. സോ ദേ ഹാവ് ടു സബ്മിറ്റ് ദ ബിൽ. ക്ലെയിം കിട്ടണമെങ്കിൽ എന്ത് വേണം? അതിന് നല്ല കൃത്യമായ ഒരു അക്യുറേറ്റ് ആയിട്ടുള്ള ഒരു എവിഡൻസ് വേണം. ഇൻ ദ ഫോം ഓഫ് ബില്ലുകളോ മറ്റു ഡോക്യുമെന്റുകളോ ആ രൂപത്തിലുള്ള സാധനങ്ങളും നമ്മൾ സബ്മിറ്റ് ചെയ്യേണ്ടി വരും. അത് കാണിച്ചാലേ നമുക്ക് എന്താ പറയാ എനിക്ക് ഇന്ന ട്രീറ്റ്മെന്റ് തന്നു വാങ്ങോണ്ട് പറഞ്ഞ കാര്യമില്ല. അതിന് കൃത്യമായ ഡോക്യുമെന്റ് വേണം. അപ്പൊ ആ ഡോക്യുമെന്റുകളൊക്കെ നമ്മൾ പ്രൊഡ്യൂസ് ചെയ്താലാണ് നമുക്ക് ദ പ്രോസസിംഗ് ക്യാൻ ബി ക്ലെയിംസ് പ്രോസസ് ചെയ്യാൻ പറ്റുള്ളൂ അല്ലെ? ഉള്ള ക്ലെയിമുകളൊക്കെ നമ്മുടെ ഇൻഷുറൻസ് കമ്പനിക്ക് ആയിക്കോട്ടെ അവർക്ക് പ്രോസസ് ചെയ്യാൻ പറ്റുള്ളൂ. ഇന്ന ബില്ല് അനുസരിച്ചിട്ട് അവരുടെ പേയ്മെന്റിന് കൊടുക്കണം. സോ അതല്ലെങ്കിൽ തേർഡ് പാർട്ടീസിന് ചിലപ്പോൾ തേർഡ് പാർട്ടിക്കാരുണ്ടായിരിക്കും ഇൻഷുറൻസ് ഒക്കെ ഡീൽ ചെയ്ത് നമുക്ക് തരുന്ന. നമ്മൾ പഠിച്ചിട്ടുണ്ട് അവിടെ തന്നെ തേർഡ് പാർട്ടി അഡ്മിനിസ്ട്രേറ്റേഴ്സ് TPA അവരായിരിക്കും ചിലപ്പോൾ ഇൻഷുറൻസ് കമ്പനിയുടെ ബിഹാഫ് അവർക്ക് വേണ്ടിയിട്ട് എന്താ പറയാ ഇൻഷുറൻസും ഇൻഷുറൻസിനും ഇടയിൽ നിന്ന് പ്രവർത്തിക്കുന്നവര് അവർ വഴിയായിട്ടായിരിക്കും ക്ലെയിമുകളൊക്കെ സെറ്റിൽ ചെയ്ത് കൊടുക്കുക. അപ്പൊ അത്തരം പേയ്മെന്റ്സ് അല്ലെങ്കിൽ ക്ലെയിമിംഗ് പ്രൊസീജിയേഴ്സ് ഒക്കെ കൃത്യമായിട്ട് കൊടുക്കാനായിട്ട് ഒക്കെ നമുക്ക് ഈ ഡോക്യുമെന്റുകൾ ആണ് ഹെൽപ്പ് ചെയ്യുന്നത്. സോ അക്കൗണ്ടിങ് സെക്ഷൻ, ബില്ലിംഗ് സെക്ഷൻ, ഇൻഷുറൻസ് പേയ്മെന്റ് സെക്ഷൻസ് ഒക്കെ അവരുടെ കാര്യങ്ങളൊക്കെ ഈ ബില്ലുകളുടെയും ഇത്തരം കാര്യങ്ങളുടെയൊക്കെ ഡോക്യുമെന്റ്സിന്റെ ബേസിസിലായിരിക്കും പ്രൊവൈഡ് ചെയ്യുക. അത് മെഡിക്കെയർ ആയിക്കോട്ടെ, മെഡിക്കെയ്ഡ് അതൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞാണ്. അമേരിക്കൻ പുവർ പീപ്പിളിന് വേണ്ടിയിട്ട് അവർ ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്ന ഒരു ഇൻഷുറൻസ് ഫെസിലിറ്റിയാണ് മെഡിക്കെയ്ഡ് എന്ന് പറയുന്നത്. അപ്പൊ ഇൻഷുറൻസ് കമ്പനിക്കാർ പേയ്മെന്റ് കൊടുക്കുന്നത് ഈ ഒരു രീതിയിലാണ്, ഡോക്യുമെന്റ്സിന്റെ ബേസിസിലായിരിക്കും എന്നുള്ളതാണ്. ഓക്കെ, അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇലക്ട്രോണിക് ബില്ലിംഗ് സെക്ഷൻ, അതായത് നമ്മുടെ ഹോസ്പിറ്റൽസ് ഇന്ന് ഏറ്റവും കൂടുതൽ ഫോളോ ചെയ്യുന്നത് ഈ മെഡിക്കൽ ബില്ലുകളാണ്. എന്ന് വെച്ചാൽ ഇലക്ട്രോണിക് ബില്ലിംഗ്, അതായത് നമ്മുടെ കമ്പ്യൂട്ടറിന്റെ സഹായത്തോടെ ബില്ലുകളെല്ലാം അതിന്റെ പ്രിന്റ് ഒക്കെ എടുത്തിട്ട് ആണെന്നെല്ലാം സെറ്റിൽ ചെയ്യുന്നത്. അപ്പൊ അത് വളരെ നെസസറി ആണ്. ഓരോ ഹോസ്പിറ്റൽസിൽ നടക്കുന്ന ഓരോ ട്രാൻസാക്ഷൻസ് അതിന്റെ ഹോസ്പിറ്റൽസിന്റെ സ്റ്റാൻഡേർഡ് അനുസരിച്ച് അത് റെക്കോർഡ് ചെയ്യുക എന്നുള്ളത്. ആൻഡ് ഈ പറയുന്ന ക്ലെയിമുകളെല്ലാം നമ്മൾ എന്ത് ചെയ്യണം? എന്നിട്ട് അത് കൃത്യമായിട്ട് അതിന്റെ കണ്ടന്റുകളായിട്ട് നമുക്ക് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് സൂക്ഷിക്കേണ്ടതാണ്. ഇന്ന ക്ലെയിം ബില്ല് പേ ചെയ്തു, ഇൻഷുറൻസ് കമ്പനിക്കാർ ആ ക്ലെയിം അവർക്ക് കൊടുത്തു കഴിഞ്ഞു, ഇതൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടേ? അല്ലാതെ പിന്നെയും ഇൻഷുറൻസിന്റെ പൈസ എന്താ പറയാ ഇൻഷുറൻസ് ചോദിച്ചുകൊണ്ടിരുന്ന ഇൻഷുറൻസ് കമ്പനി അത് പ്രൊവൈഡ് ചെയ്യില്ല. സോ പേ ചെയ്ത ബില്ലും ഇനി പേ ചെയ്യാൻ ബാക്കി അരിയർ നിൽക്കുന്ന ബില്ലൊക്കെ അവർക്ക് ഡിഫറൻഷിയേറ്റ് ചെയ്ത് മനസ്സിലാക്കാനൊക്കെ സഹായിക്കുന്നത് ഈ പറയുന്ന അവരുടെ ക്ലെയിമിംഗ് പ്രൊസീജിയേഴ്സിന്റെ ബില്ലും അക്കൗണ്ടിങ് കാര്യങ്ങളൊക്കെ വെച്ചിട്ടാണ്. ഓക്കെ, ക്ലിയർ ആയോ?
മനസ്സിലായോ? ക്ലെയിംസ് ആ ഒരു ഫസ്റ്റ് സെന്റൻസ് ഒന്ന് അണ്ടർലൈൻ ചെയ്താൽ ക്ലെയിമുകളുടെ കണ്ടന്റുകൾ ഒക്കെ അവരുടെ ബില്ലിങ്ങിലും അക്കൗണ്ടിങ്ങിലും ഉണ്ടായിരിക്കും. അത് മാത്രം അണ്ടർലൈൻ ചെയ്താൽ മതി. പിന്നെ ഇവിടെ നമുക്ക് അണ്ടർലൈൻ ചെയ്യേണ്ടത് ഇവിടെ വേറൊരു സെന്റൻസ് ആണ്. The Centers for Medicare and Medicaid Services currently mandate that healthcare providers submit claims electronically using a standard set of elements. ഹോസ്പിറ്റൽസിന് ഒരു സ്റ്റാൻഡേർഡ് എലമെന്റുകൾ ഉണ്ട്. അതിന്റെ ബേസിസിൽ ഓരോ ക്ലെയിമുകളും ഇലക്ട്രോണിക്കലി ആണ് അവർ എന്ത് ചെയ്യുന്നത്, സെറ്റിൽ ചെയ്ത് കൊടുക്കുന്നത്. അതിന് വേണ്ടിയിട്ട് അത് മെഡിക്കെയർ ആൻഡ് മെഡിക്കെയർ സർവീസസ് രണ്ട് ബോത്ത് നമ്മുടെ ഇവിടെ നാട്ടിലൊക്കെ മെഡിക്കെയർ സർവീസസും പുറത്ത് US ആണ് ഉദ്ദേശിക്കുന്ന മെഡിക്കെയർ സർവീസസും അവര് മാൻഡേറ്ററി ആയിട്ട് പറയുന്നതാണ്. ഹോസ്പിറ്റൽസിന്റെ സ്റ്റാൻഡേർഡ് അനുസരിച്ച് they have to settle the claim, submit the claim സെറ്റിൽ ചെയ്യുന്നത് എന്ത് വെച്ചിട്ടാണ്, അവരുടെ കയ്യിലിരിക്കുന്ന standard set of elements, that means the documents, bills, etc. ഇതൊക്കെ വെച്ചിട്ടായിരിക്കും കേട്ടോ. ആ ഒരു സെന്റൻസ് കൂടി അണ്ടർലൈൻ ചെയ്യാം. രണ്ട് സെന്റൻസ് അണ്ടർലൈൻ ചെയ്താൽ മതി. ഓക്കെ, ഇനി ഇതിന്റെ ഇടയ്ക്ക് നമുക്ക് കുറച്ച് എന്താ പറയാ സ്പെസിമെൻസ് കൊടുത്തിട്ടുണ്ട്, സാമ്പിൾസ്. ചില സാധനങ്ങളുടെ സാമ്പിൾസ് നമ്മൾ കുറെ പേഷ്യന്റ് റെക്കോർഡുകളുടെ കാര്യങ്ങൾ പറഞ്ഞല്ലോ. പേഷ്യന്റുകളുടെ പല കാര്യങ്ങളും റെക്കോർഡ് ചെയ്യുന്ന ഒത്തിരി ഇതുണ്ടത്. ആ റെക്കോർഡ് ചെയ്യുന്ന ചില ഇൻഫോർമേഷൻസിന്റെ ഒരു ഫോർമാറ്റിംഗ് സ്പെസിമെൻസ് ഇവിടെ കാണിച്ചിട്ട് ചില ഡോക്യുമെന്റുകളുടെ നമുക്ക് കാണാൻ പഠിക്കാനൊന്നുമില്ല, ജസ്റ്റ് ഒന്ന് കാണാൻ വേണ്ടിയിട്ട് ഇവിടെ കാണിച്ചിട്ടുണ്ട്. ഒന്ന് എക്സാമ്പിൾ ഓർ സാമ്പിൾ ഫോർ EHR ഇൻഫോർമേഷൻ സ്ക്രീൻ. ഇലക്ട്രോണിക് ഹെൽത്ത് റെക്കോർഡ് ഇൻഫോർമേഷൻസ് ഒക്കെ വാങ്ങിച്ചു കൂട്ടി വെക്കൂലേ, അതൊക്കെ ആ ഇൻഫോർമേഷൻസ് കളക്ട് ചെയ്ത് ഇങ്ങനെ ഇതിനകത്താണ് ഇങ്ങനെ ടൈപ്പ് ചെയ്ത് കൊടുക്കുന്നത്. എന്നുവെച്ചാൽ ഇതിനകത്ത് ഫില്ല് ചെയ്യും. ഇതിനകത്തൊക്കെ ഓരോ കാര്യങ്ങള് ആ കോളംസിലൊക്കെ ആവശ്യം വേണ്ട ഇൻഫോർമേഷൻസ് ഒക്കെ പേഷ്യൻസിന് കളക്ട് ചെയ്ത് ഇതിനകത്ത് ഫില്ല് ചെയ്ത് അവിടെ ഡോക്യുമെന്റ് ആയിട്ട് വെക്കും. അപ്പൊ ഒരു ഇലക്ട്രോണിക് ഹെൽത്ത് റെക്കോർഡിന്റെ ഒരു സാമ്പിൾ ആണ് ഈ കൊടുത്തിരിക്കുന്നത്. കണ്ടോ, പേഷ്യന്റിന്റെ പേരുണ്ട്, അഡ്രസ് ഉണ്ട്, ഫോട്ടോ പതിക്കാനുള്ള സ്ഥലമുണ്ട്, മെറിറ്റൽ സ്റ്റാറ്റസ് ഉണ്ട്, അല്ലെ? അങ്ങനെ ഒത്തിരി എന്താ പറയാ എന്തൊക്കെയോ കാര്യങ്ങൾ, ഒത്തിരി കാര്യങ്ങൾ ഇൻഫോർമേഷൻസ് കളക്ട് ചെയ്യുന്നുണ്ട്. വായിക്കാൻ പറ്റുമെന്ന് നോക്കിയാൽ നിങ്ങൾക്ക്. ടെലിഫോൺ നമ്പർ ഉണ്ട്, അത് നമ്മുടെ വീടുകളിലെ ആയിക്കോട്ടെ, വർക്ക് പ്ലേസിലെ മൊബൈൽ നമ്പർ, അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ കളക്ട് ചെയ്ത് വെക്കുന്നുണ്ട് കേട്ടോ. പിന്നെ അവരുടെ സ്ഥലം, അഡ്രസ്, പിന്നെ സ്റ്റേറ്റ്, കൺട്രി, ഇതൊക്കെ. പിന്നെ ഇമെയിൽ അഡ്രസ് ഉണ്ടെങ്കിൽ ഇമെയിൽ അഡ്രസ്, പിന്നെ എമർജൻസി ആയിട്ട് നമുക്ക് കോൺടാക്ട് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ അതിന്റെ അങ്ങനെയുള്ള കോൺടാക്ട് നമ്പറുകൾ, പിന്നെ നമ്മളുടെ എംപ്ലോയ്മെന്റ് സംബന്ധമായിട്ടുള്ള ഇൻഫോർമേഷൻസ്, ഇതൊക്കെ ഇലക്ട്രോണിക് ഹെൽത്ത് റെക്കോർഡാണ്. ഒരു പേഷ്യന്റിന്റെ പല കാര്യങ്ങളും മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഇത്തരം ഇൻഫോർമേഷൻസ് യൂഷ്വലി അഡ്മിറ്റഡ് ആകുന്ന പേഷ്യൻസിന്റെ ഒക്കെ വാങ്ങിച്ചു വെക്കാറുണ്ട്. അപ്പൊ ആ ഒരു ഫോർമാറ്റ് സാമ്പിൾ ആണ്, ഒരു സ്പെസിമെൻ ആണ് ഈ കൊടുത്തിരിക്കുന്നത്. സാമ്പിൾ ഫോർ EHR ഇൻഫോർമേഷൻ സ്ക്രീൻ. ജസ്റ്റ് ഒന്ന് നോക്കാൻ വേണ്ടി മാത്രം നിങ്ങൾ നോക്കിയാൽ മതി. ഓക്കെ, വേറെ ഒരെണ്ണം കൊടുത്തിരിക്കുന്നത് എന്താന്ന് നോക്കിയേ, EHR പ്രോബ്ലം ലിസ്റ്റ് ആണ്. പ്രോബ്ലം രോഗിയില് പരിശോധിച്ചിട്ട് കണ്ടെത്തിയ കാര്യങ്ങളൊക്കെയാണ് ഇതിനകത്ത് അവര് എന്താ പറയാ ഇൻഫോർമേഷൻ ആയിട്ട് ക്രിയേറ്റ് ചെയ്ത് ഡോക്യുമെന്റ് ചെയ്യുന്നത്. ഓക്കെ, അത് വേറൊരു ഫോർമാറ്റ് കൊടുത്തിട്ടുണ്ട്. ദെൻ EHR പ്രോഗ്രസ് നോട്ട് നമ്മൾ പറഞ്ഞു സോപ്പ് ഫോർമാറ്റിലാണ്. ഇന്നലെ നമ്മൾ കണ്ടതാണ്. സബ്ജക്റ്റീവ് ഫൈൻഡിങ്സും ഒബ്ജക്റ്റീവ് ഫൈൻഡിങ്സും അസസ്മെന്റും പ്ലാനും ഒക്കെ ഉൾപ്പെടുന്ന ചില കാര്യങ്ങളാണ്. കണ്ടോ, വളരെ വ്യക്തമായിട്ടൊരു EHRന്റെ പ്രോഗ്രസ് നോട്ട് കാണിച്ചു വെച്ചിട്ടുണ്ട്. കണ്ടോ, കാണണ്ടോ സബ്ജക്റ്റീവ് ഫൈൻഡിങ്സ്? കണ്ട, പേഷ്യന്റ് സബ്ജക്റ്റീവ് ഫൈൻഡിങ് എന്താന്ന് നോക്കിയിരിക്കുന്നത്, പേഷ്യന്റ് പ്രസൻസ് ഫോർ ഫോളോ അപ്പ് ഓഫ് ടൈപ്പ് 2 ഡയബറ്റീസ്. ടൈപ്പ് 2 ഡയബറ്റീസും ഒക്കെ ചില രോഗങ്ങളൊക്കെ ഇങ്ങനെ പല സ്റ്റേജസ് ഉണ്ട്, പല ടൈപ്പ് ഉണ്ട്. അപ്പൊ പല രോഗങ്ങൾക്കും അങ്ങനെയാണ്. ഇപ്പൊ ക്യാൻസർ ഒക്കെ ഒരു ഒറ്റ സ്റ്റേജ് അല്ല. ഫസ്റ്റ് സ്റ്റേജ് ഒക്കെ നമ്മള് ക്യാൻസർ ഒക്കെ ഉണ്ടെന്ന് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റിയാൽ നമുക്കൊരു പരിധി വരെ ജീവിതത്തിലേക്ക് പിന്നെയും കുറെ നാളൊക്കെ ജീവിക്കാൻ പറ്റുന്ന രീതിയിലേക്ക് മെഡിസിൻസ് ഒക്കെ എടുത്ത് നമുക്ക് ക്യൂർ ചെയ്യാൻ പറ്റും. പക്ഷെ കുറെ സ്റ്റേജസ് ഒക്കെ ബാക്കോട്ട് പോയി കഴിഞ്ഞാൽ ആ ഒരു ക്യൂറിങ് ആ ഒരു കേപ്പബിലിറ്റിയുടെ പ്രോബബിലിറ്റി കുറയും, ചാൻസ് കുറയും നമുക്ക് ക്യൂർ ചെയ്യാനുള്ള. കുറച്ച് ദിവസങ്ങൾ വരെ നമ്മളുടെ ഇതിനെ നീട്ടി നിർത്താം എന്നുള്ളത് ഒഴിച്ച് എന്താ പറയാ ഭയങ്കര വേഴ്സ്റ്റ് കണ്ടീഷനിൽ പോയിട്ടുണ്ടായിരിക്കും, അല്ലെ? അപ്പൊ അങ്ങനെ സ്റ്റേജസ് ഉണ്ട്. ഇവിടെ ഒരു ഡയബറ്റീസിന് ഒരു സെക്കൻഡ് ടൈപ്പ് ആണെന്നാ പറയണേ. മെലിറ്റസ് സിവിയർ ഹെഡേക്സ് ആൻഡ് റിക്വസ്റ്റ് ഫോർ റെഫറൽ ടു ബാരിയാട്രിക്സ് ടു ഹെൽപ്പ് വിത്ത് ദ സിവിയർ
ഒബ്സിറ്റി ഒക്കെ ഉണ്ട്. ഒബ്സിറ്റി എന്ന് വെച്ചാൽ ഫാറ്റി ആണ്. അങ്ങനെയുള്ള എന്താ പറയാ ഒരു കണ്ടീഷൻ ഒക്കെ ആയതുകൊണ്ട് ആളുകൾ കണ്ടെത്തിയ കാര്യങ്ങളാണ് ഞാൻ നോട്ടായിട്ട് അവിടെ എഴുതി വെച്ചിരിക്കുന്നത് കേട്ടോ. അപ്പൊ അതുപോലെ അത് ഒരു പ്രോഗ്രസ് നോട്ടിന്റെ ഒരു ഇതാണ്. ഇതൊക്കെ മെഡിക്കൽ യൂണിവേഴ്സിറ്റി ഓഫ് സൗത്ത് കരോലിന അവിടത്തെയാണ് കേട്ടോ, നമ്മുടെ നാട്ടിലെ ആളൊന്നുമില്ല. ഇത് വേറെ പുറം രാജ്യത്തെ ഒരു ഇതാണ് വെച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ അടുത്തത് EHR ലാബ് റിപ്പോർട്ടാണ്. ഒരു ലാബിന്റെ റിപ്പോർട്ടാണ് കൊടുത്തിരിക്കുന്നത്. പേരും വയസ്സും എന്തൊക്കെയോ കുറെ എഴുതിയതിനു ശേഷം എന്താ പറയാ അവർ കണ്ടെത്തിയ ചില ടെസ്റ്റുകളുടെ റിസൾട്ടുകളാണ്. റെഡ് ബ്ലഡ് സെല്ല് 4.86 MCL എന്നൊക്കെ പറഞ്ഞ് കൗണ്ടിന്റെ ഇതൊക്കെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പൊ അതൊരു എന്താ പറയാ നമ്മുടെ ലാബ് ടെസ്റ്റിന്റെ ലാബ് റിപ്പോർട്ടാണ്. അപ്പൊ വേരിയസ് റിപ്പോർട്ടുകളുടെ ഓരോ സ്പെസിമെൻസ് നമുക്ക് ജസ്റ്റ് ഒന്ന് നിങ്ങളെ കാണിക്കാൻ വേണ്ടി അവരവിടെ തന്നിരിക്കുന്നതാണ് നോട്ടിൽ. മനസ്സിലായോ? പഠിക്കാനൊന്നുമില്ല, കാണാതെ ജസ്റ്റ് ഒന്ന് അറിയാൻ വേണ്ടി മാത്രം. നിങ്ങൾക്ക് വേറെ സെർച്ച് ചെയ്ത് നോക്കി കഴിഞ്ഞാൽ നമുക്ക് പല സ്ഥലങ്ങളിൽ നമുക്ക് വേണമെങ്കിൽ വേറെ ഒക്കെ കിട്ടും. ജസ്റ്റ് ഒന്ന് റെഫർ ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങളൊന്ന് അടിച്ചു നോക്കുക. ഒരു ഫോർമാറ്റ് അല്ലെങ്കിൽ സ്പെസിഫിക് ഓഫ് എ പ്രോബ്ലം ലിസ്റ്റ് ഇന്ത്യയിലെ വേണമെങ്കിൽ നോക്കുക. അടിച്ചു നോക്കി കഴിഞ്ഞാൽ നമുക്ക് അങ്ങനത്തെ കുറച്ച് സ്പെസിമെൻസ് കാണാൻ പറ്റും. ലാബ് റിപ്പോർട്ടൊക്കെ നമ്മുടെ കയ്യിൽ ഇഷ്ടം പോലെ ഉണ്ടാവും ഇല്ലേ? ലാബ് ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞത് ഉണ്ടാവും അല്ലെ? അത് എന്നിട്ട് റിപ്പോർട്ടായിട്ട് എഴുതുന്നത് നമ്മുടെ ഫിസിഷ്യൻസ് ആണ്, ഡോക്ടേഴ്സ് ആണ്. ലൈസൻസ്ഡ് പ്രാക്ടീഷണർ തന്നെ ആയിരിക്കണം ലാബിന്റെ റിപ്പോർട്ട് എഴുതി എന്താ പറയാ ഒരു റിസൾട്ട് അനുസരിച്ച് എഴുതി വെക്കുന്നത്. ഓക്കെ, യെസ്. Then health care information system. ഹെൽത്ത് കെയർ കെയറിന്റെ നമ്മുടെ IT ഇൻഫർമേഷൻ സിസ്റ്റം ഉപയോഗിച്ച് നമ്മളുടെ ഹെൽത്ത് കെയർ എത്രത്തോളം ഇന്ന് എന്താ പറയാ ഒരു ഡെവലപ്പ് ചെയ്തു എന്നുള്ളതൊക്കെയാണ്. നമുക്കറിയാം എന്താ പറയാ നമ്മുടെ ഹെൽത്ത് ഇൻഫർമേഷൻ സിസ്റ്റത്തിനെ പ്രധാനമായിട്ടും രണ്ടായിട്ട് കാറ്റഗറൈസ് ചെയ്തിട്ടുണ്ട്. ഒന്ന് അഡ്മിനിസ്ട്രേറ്റീവ് ഇൻഫർമേഷൻ സിസ്റ്റം, പിന്നെ മറ്റൊന്ന് ക്ലിനിക്കൽ. അഡ്മിനിസ്ട്രേറ്റീവ് എന്ന് പറയുമ്പോൾ ഫോർ ദ പർപ്പസ് ഓഫ് അഡ്മിനിസ്ട്രേഷൻ, അത് പരമായിട്ടുള്ള ഹോസ്പിറ്റലിന്റെ ഓവറോൾ മാനേജ്മെന്റ് പരമായിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഇൻഫർമേഷൻസ്. മറ്റൊന്ന് ക്ലിനിക്കൽ ആയിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടി, എന്ന് വെച്ചാൽ രോഗിയുടെ ആരോഗ്യം മറ്റു കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ടുള്ള സിസ്റ്റം. അത് രണ്ട് രീതിയിൽ ഇതിനെ കാറ്റഗറൈസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതിനെ ഹെൽത്ത് ഇൻഫർമേഷൻ സിസ്റ്റത്തെ രണ്ടായിട്ട് കാറ്റഗറൈസ് ചെയ്തിട്ടുണ്ട്. ദാറ്റ് ഈസ് ഫസ്റ്റ് വൺ അഡ്മിനിസ്ട്രേറ്റീവ്, മറ്റൊന്ന് ക്ലിനിക്കലും ആണ് കേട്ടോ. ആ സെന്റൻസ് ഒന്ന് അണ്ടർലൈൻ ചെയ്യാം. There are two primary categories of healthcare information systems, administrative and clinical. അഡ്മിനിസ്ട്രേറ്റീവും ക്ലിനിക്കലും. ഇത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ ഈ പറഞ്ഞത് തന്നെ. ഒന്ന് അതിന്റെ രണ്ടും തമ്മിൽ നമുക്ക് വ്യത്യാസം മനസ്സിലാക്കുന്നത് അതിന്റെ ടൈപ്പ് അല്ലെങ്കിൽ അതിനകത്തുള്ള ഡാറ്റ എന്ത് ടൈപ്പാണ്, ഏത് ടൈപ്പ് ഓഫ് ഡാറ്റയാണ് ഇതിനകത്ത് ഉൾപ്പെടുന്നത്, അതനുസരിച്ചിട്ടാണ് ഈ രണ്ട് എന്താ പറയാ കാറ്റഗറൈസേഷൻ നമുക്ക് ഡിസ്റ്റിങ്വിഷ് ചെയ്യാൻ പറ്റുക. ഡിസ്റ്റിങ്വിഷ് ചെയ്യാന്ന് പറഞ്ഞാൽ എന്താ? വേർതിരിക്കുക. ഇതിൽ ഏതാണ് അഡ്മിനിസ്ട്രേറ്റീവ് ഇൻഫർമേഷൻ സിസ്റ്റം, ഏതാണ് ക്ലിനിക്കൽ ഇൻഫർമേഷൻ സിസ്റ്റം എന്ന് വ്യക്തമാക്കുന്നത് അതിന്റെ ടൈപ്പ്, അതിന്റെ ഡാറ്റ കണ്ടന്റുമാണ്. മനസ്സിലായോ? എന്ത് ഡാറ്റയാണ് അതിനകത്ത് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്, ഏത് ടൈപ്പ് ഓഫ് ഡാറ്റയാണ്. ഈ രണ്ട് കാര്യങ്ങളുടെ അടിസ്ഥാനത്തിലാണ് നമുക്ക് എന്തിനെ ഡിസ്റ്റിങ്വിഷ് ചെയ്യാൻ പറ്റുക? അഡ്മിനിസ്ട്രേറ്റീവ് ഹെൽത്ത് ഇൻഫർമേഷൻ സിസ്റ്റത്തെയും അതുപോലെ തന്നെ നമ്മളുടെ ക്ലിനിക്കൽ ഹെൽത്ത് കെയർ ഇൻഫർമേഷൻ സിസ്റ്റത്തെയും. അപ്പൊ അതൊന്നും അണ്ടർലൈൻ ചെയ്യാം. എ സിമ്പിൾ വേ ടു ഡിസ്റ്റിങ്വിഷ് ദം. ഈ ദം എന്ന് പറയുന്നത് ഇതാണ് കേട്ടോ. ഏത്? അഡ്മിനിസ്ട്രേറ്റീവ് ആൻഡ് ക്ലിനിക്കൽ എന്ന് പറയുന്നത് ആ ദമ്മാണെന്ന് ഉദ്ദേശിക്കുന്നത്. അതിന്റെ രണ്ടിനെയും വേർതിരിക്കുന്നത് ഈസ് ബൈ പർപ്പസ് ആൻഡ് ദ ടൈപ്പ് ഓഫ് ഡാറ്റ ദേ കണ്ടെയ്ൻ. എന്ത് പർപ്പസിന് വേണ്ടിയിട്ടാണ്, എന്ത് ഡാറ്റയാണ് അതിനകത്ത് ഉൾപ്പെടുന്നത് എന്നുള്ളത് അനുസരിച്ചിട്ടാണ് ഈ രണ്ട് കാര്യങ്ങളെയും നമ്മൾ ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നത്. അതും അണ്ടർലൈൻ ചെയ്യാം. ചെയ്തോ? അപ്പൊ അഡ്മിനിസ്ട്രേറ്റീവ് ഇൻഫർമേഷൻ സിസ്റ്റം അല്ലെങ്കിൽ അഡ്മിനിസ്ട്രേറ്റീവ് ഹെൽത്ത് കെയർ ഇൻഫർമേഷൻ സിസ്റ്റത്തില് എന്താണ് അതിനകത്ത് കണ്ടെയ്ൻ ചെയ്യുന്നത്? അത് അഡ്മിനിസ്ട്രേറ്റീവ് എന്ന് വെച്ചാൽ നമ്മുടെ ഹോസ്പിറ്റലിനെ മൊത്തത്തിൽ മാനേജ് ചെയ്യാൻ വേണ്ട കാര്യങ്ങൾ, അങ്ങനത്തെ ഇൻഫർമേഷൻസ് ലൈക്ക് ഫിനാൻഷ്യൽ ഡാറ്റ,
അല്ലെ, സാമ്പത്തികപരമായിട്ടുള്ള കാര്യങ്ങള് അല്ലെ. ദാറ്റ് മീൻസ് ടു സപ്പോർട്ട് ദ മാനേജ്മെന്റ് ഫങ്ഷൻസ് ഓഫ് ഹോസ്പിറ്റൽ. ഹോസ്പിറ്റൽ എന്ന് പറയുന്ന ഹെൽത്ത് കെയർ ഓർഗനൈസേഷന്റെ ഫിനാൻഷ്യൽ ആയിട്ടുള്ള മാനേജ്മെന്റ് സംബന്ധമായിട്ടുള്ള കാര്യങ്ങളൊക്കെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ട ഇൻഫോർമേഷൻസ് ആണ് ഇതിൽ വരുന്നത്. അഡ്മിനിസ്ട്രേറ്റീവ് ഹെൽത്ത് കെയർ ഇൻഫോർമേഷൻ സിസ്റ്റത്തിൽ വരുന്നത്. മനസ്സിലായോ? ഇത് അതിന്റെ മാനേജ്മെന്റ് പരമായിട്ടുള്ള കാര്യങ്ങളും അത് വേറെ, പിന്നെ രോഗികളെ അവർക്ക് കൊടുക്കുന്ന പേഷ്യന്റുകൾക്ക് കൊടുക്കുന്ന കെയറിങ്ങിന്റെ കാര്യങ്ങളുള്ളത് വേറെ. അപ്പൊ കെയർ കൊടുക്കുന്നതുമായി ബന്ധപ്പെട്ടാണ് ക്ലിനിക്കൽ ഹെൽത്ത് കെയർ ഇൻഫോർമേഷൻ സിസ്റ്റം വരിക. അഡ്മിനിസ്ട്രേറ്റീവ് ഹെൽത്ത് കെയർ ഇൻഫോർമേഷൻ സിസ്റ്റത്തിൽ എന്താണ് കണ്ടെയ്ൻ ചെയ്യുന്നത്? അഡ്മിനിസ്ട്രേറ്റീവ് ഓർ ഫിനാൻഷ്യൽ ഡാറ്റ ആൻഡ് ഈസ് generally used to support the management functions and the general operation of healthcare organization. അതും ഇമ്പോർട്ടന്റ് ആണ്. ആ സെന്റൻസ് മനസ്സിലായി. മനസ്സിലായോ നിങ്ങൾക്ക്? രണ്ടായിട്ട് തരംതിരിച്ചിട്ടുണ്ട് നമ്മുടെ ഹെൽത്ത് കെയർ ഇൻഫോർമേഷൻ സിസ്റ്റത്തെ, അഡ്മിനിസ്ട്രേറ്റീവും ക്ലിനിക്കലും. ഈ അഡ്മിനിസ്ട്രേറ്റീവും ക്ലിനിക്കലും തമ്മിൽ വ്യത്യാസം മനസ്സിലാക്കണമെങ്കിൽ അതിന്റെ പർപ്പസും അതിന്റെ ഡാറ്റ കണ്ടന്റും അടിസ്ഥാനമാക്കിയാണ് വ്യത്യാസം വരുന്നത്. ഓക്കെ, അഡ്മിനിസ്ട്രേറ്റീവ് ഹെൽത്ത് കെയർ ഇൻഫോർമേഷൻ സിസ്റ്റത്തില് അതിന്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം എന്ന് പറയുന്നത് അഡ്മിനിസ്ട്രേറ്റീവ് പരമായിട്ടുള്ള മാനേജ്മെന്റ് പരമായിട്ടുള്ള കാര്യങ്ങള്, പിന്നെ ഫിനാൻഷ്യൽ ഡാറ്റ, അത് നമ്മുടെ ഹെൽത്ത് കെയർ ഓർഗനൈസേഷന്റെ പ്രവർത്തനങ്ങളെ സപ്പോർട്ട് ചെയ്യാനും ശരിയായ രീതിയിൽ പ്രവർത്തിക്കാനും വേണ്ട ഇൻഫോർമേഷൻസ്. അതാണ് അഡ്മിനിസ്ട്രേറ്റീവ് ഇൻഫോർമേഷൻ സിസ്റ്റം. മനസ്സിലായ? അത്യാവശ്യമുള്ള സെന്റൻസുകൾ ആയതുകൊണ്ടാണ് ഞാൻ എന്ത് ചെയ്യുന്നത്, ആ സെന്റൻസ് കൂടി വായിച്ച് നിങ്ങൾക്ക് മീനിങ് പറഞ്ഞു തരുന്നത്. അത്ര അത്യാവശ്യം ഇല്ലായിരുന്നെങ്കിൽ ഞാനത് പറയില്ല, ജസ്റ്റ് നിങ്ങൾ കാര്യങ്ങൾ പറഞ്ഞു പോകുള്ളായിരുന്നു. അപ്പൊ ഒരു അഡ്മിനിസ്ട്രേറ്റീവ് ഹെൽത്ത് കെയർ ഇൻഫോർമേഷൻ സിസ്റ്റത്തിന്റെ കുറച്ച് എക്സാമ്പിൾസ് തന്നിട്ടുണ്ട്. ഓക്കെ, ഫോർ എക്സാമ്പിൾ, an administrative information system might contain information like എന്താ, മാനേജ് പേഴ്സണൽ എന്ന് പറഞ്ഞാൽ എന്താ, ജോലിക്കാര്, തൊഴിലാളികൾ അല്ലെ, എംപ്ലോയീസിനെ മാനേജ് ചെയ്യുക, ഫിനാൻസ് മാനേജ് ചെയ്യുക, അവിടുത്തെ മെറ്റീരിയൽസ്. ദാറ്റ് മീൻസ് ഒരു ഹോസ്പിറ്റൽ മേ ഹാവ് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് മെറ്റീരിയൽസ്, എക്യുപ്മെന്റ്സ്, സപ്ലൈസ് അല്ലെ, അങ്ങനെയുള്ള കാര്യങ്ങൾ. ഒരുപാട് മെറ്റീരിയൽസ് ഉണ്ട്, എക്യുപ്മെന്റുകൾ ഉണ്ട്, ഒരുപാട് സപ്ലൈസ് ഉണ്ട് അല്ലെ. അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങള്, ഫിനാൻസ്, പിന്നെ അവിടുത്തെ ജോലിക്കാർ, ഇതിനെല്ലാം മാനേജ് ചെയ്യുന്നതാണ് അഡ്മിനിസ്ട്രേറ്റീവ് ഇൻഫോർമേഷൻ സിസ്റ്റം എന്ന് പറയുന്നത്. മനസ്സിലായോ? ക്ലിയർ ആയോ? എക്സാമ്പിൾ പറയുമ്പോൾ കുറച്ചുകൂടി മനസ്സിലാവുമായിരിക്കും. ആ ഫോർ എക്സാമ്പിൾ എന്നുള്ളത് അണ്ടർലൈൻ ചെയ്യാം. കണ്ടോ, ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ്, മെറ്റീരിയൽസ് മാനേജ്മെന്റ്, ഓക്കെ, അക്കൗണ്ടിങ്, ബില്ലിങ്, പിന്നെ എന്താ പറയാ, എംപ്ലോയീസിനൊക്കെ സ്കെഡ്യൂൾ ചെയ്യുന്നത്. ഇപ്പൊ നഴ്സസിന് ഒരാഴ്ചയിൽ മോർണിംഗ് ഡ്യൂട്ടി ആണെങ്കിൽ ഒരാഴ്ചയിൽ ചിലപ്പോ ഈവനിങ് ഡ്യൂട്ടി ആയിരിക്കും, ചിലപ്പോ നൈറ്റ് ഡ്യൂട്ടി ആയിരിക്കും അല്ലെ. നമ്മുടെ കേരളത്തിൽ അങ്ങനെ ഈവനിങ് ഡ്യൂട്ടി ഒക്കെ ഉണ്ടല്ലോ അല്ലെ, കേരളത്തിലുണ്ടോ? എനിക്ക് അതിനെ കുറിച്ച് അറിയില്ല. മോർണിംഗ് ഡ്യൂട്ടിയും നൈറ്റ് ഡ്യൂട്ടിയും അങ്ങനെയാണോ, അല്ലെങ്കിൽ ഇടയ്ക്ക് എന്താ പറയാ ഈവനിങ് ഡ്യൂട്ടി എന്ന് പറഞ്ഞൊരു ഡ്യൂട്ടി കൂടി ഉണ്ട്, ചില സ്ഥലങ്ങളിലൊക്കെ ഉണ്ട്. ഹോസ്പിറ്റൽസിലൊക്കെ ഉണ്ടോ? ഹോസ്പിറ്റലിനെ ബേസ് ചെയ്ത് തന്നെയാണോ അങ്ങനെ? അത് എനിക്ക് കൃത്യമായിട്ട് അറിയില്ല, കേരളത്തിലെ കാര്യം എനിക്കറിയില്ല. മറ്റു സ്ഥലങ്ങളിലെ നമ്മുടെ ഔട്ട് ഓഫ് സ്റ്റേറ്റ് സ്ഥലങ്ങളിലൊക്കെ മോർണിംഗ് ഡ്യൂട്ടി ഉണ്ട്, നൈറ്റ് ഷിഫ്റ്റുകൾ ഉണ്ട്, പിന്നെ ഈവനിങ് എന്ന് പറഞ്ഞൊരു ഡ്യൂട്ടി ഉണ്ട്. ഐ തിങ്ക് 3 to വൈകുന്നേരം 3 മണി തുടങ്ങിയങ്ങാണ്ട് തോന്നുന്നത്, അപ് ടു ഒരു 9 മണിക്കൂറൊക്കെയാണല്ലോ ജോലി. അപ്പൊ അങ്ങനെയൊക്കെ, അപ്പൊ അങ്ങനെ വ്യത്യാസമുണ്ട്. നമ്മുടെ കേരളത്തിലൊക്കെ ഉണ്ടാവുമായിരിക്കും, ഞാൻ പ്രത്യേകം ചോദിച്ചിട്ടില്ല. ഓക്കെ, അപ്പൊ ഈ പറയുന്ന എല്ലാ കാര്യങ്ങളും മാനേജ് ചെയ്യുന്ന ഇൻഫോർമേഷൻ സിസ്റ്റം കുറച്ചുകൂടി വ്യക്തമാക്കിയാണ് അവർ ആ ഒരു അഡ്മിനിസ്ട്രേറ്റീവ് ഹെൽത്ത് ഇൻഫോർമേഷൻ സിസ്റ്റം എന്താണെന്ന് അവർ പറഞ്ഞു തരുന്നത് കേട്ടോ. ഇനി അത് വീണ്ടും ഒന്നുകൂടി എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ്, മെറ്റീരിയൽസ് മാനേജ്മെന്റ്, പേഷ്യന്റിന്റെ ബില്ലിങ്, അക്കൗണ്ടിങ്, സ്റ്റാഫുകളെ കൃത്യമായിട്ട് സ്കെഡ്യൂൾ ചെയ്യുന്നത്, അത്തരം കാര്യങ്ങളെല്ലാം ഇതൊക്കെ ഇതിനകത്ത് വരും. ഓക്കെ, അത് ഓൾറെഡി നമ്മൾ നേരത്തെ പറഞ്ഞിട്ട് പിന്നെ മാസം അണ്ടർലൈൻ ചെയ്യേണ്ട ആവശ്യമില്ല, എക്സാമ്പിളിൽ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. ഓക്കെ, പിന്നെ അതിനകത്ത് എടുത്തു പറയുന്ന മറ്റൊരു കാര്യം കൂടിയുണ്ട്, റവന്യൂ സൈക്കിൾ മാനേജ്മെന്റ് കൂടി അതിനകത്ത് ഉണ്ട് കേട്ടോ. അത് ഇന്ന് വളരെ ഇമ്പോർട്ടന്റ് ആണ്. റവന്യൂ സൈക്കിൾ എന്ന് പറഞ്ഞാൽ ഈ പണമിടപാടുകൾ മാത്രം, ഫിനാൻസ് അല്ല ഉദ്ദേശിച്ച, വരുമാനങ്ങളൊക്കെ
ഒരു ഹോസ്പിറ്റലിലെ ഇൻകം ഇങ്ങോട്ട് കിട്ടുന്ന റവന്യൂസ് ഒക്കെ ഇല്ലേ, ആ റവന്യൂസ് ഒക്കെ എങ്ങനെയാണ് മാനേജ് ചെയ്യുന്നത്? ആ റവന്യൂ വരുന്ന ആ ഒരു സൈക്ലിക് എന്ന് വെച്ചാൽ നമുക്ക് എന്താ പറയാ പേഷ്യൻസിൽ നിന്ന് കിട്ടുന്ന ഇൻകം അത് എന്തൊക്കെ കാര്യങ്ങൾക്ക് ഉപയോഗിക്കുന്നു, അതൊരു സൈക്ലിക് ആയിട്ട് ഇങ്ങനെ ചലിച്ചുകൊണ്ടിരിക്കുന്നതായതുകൊണ്ട് ആ മാനേജ്മെന്റ് ഇന്ന് ഹോസ്പിറ്റൽസിൽ ഹെൽത്ത് കെയർ ഓർഗനൈസേഷൻസിൽ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. റവന്യൂ സൈക്ലിംഗ് ഒക്കെ ഇതൊക്കെ നമ്മുടെ അഡ്മിനിസ്ട്രേറ്റീവ് ഇൻഫർമേഷൻ സിസ്റ്റത്തിൽ വരും. ഭരണപരമായ കാര്യങ്ങളിലെ പണം എങ്ങനെ വരുന്നു, എന്തൊക്കെ കാര്യങ്ങൾക്ക് ഉപയോഗിക്കുന്നു, ആ ഒരു ചക്രം പോലെ ഇങ്ങനെ വരുന്നു, ഇന്ന കാര്യങ്ങൾക്ക് ഉപയോഗിക്കുന്നു, വരുന്നു, ഇന്ന കാര്യങ്ങൾക്ക് ഉപയോഗിക്കുന്നു, ഇങ്ങനെ ഒരു സൈക്ലിക് പ്രൊസീജിയർ ആയിട്ട് നടന്നിരിക്കും. അതും വളരെ ഇമ്പോർട്ടന്റ് ആണ് ഹെൽത്ത് കെയർ ഓർഗനൈസേഷൻസിൽ. അത് പ്രധാനമായിട്ടും ഈ പറയുന്ന കാര്യങ്ങളാണ് ഈ റവന്യൂ സൈക്കിളിൽ വരുന്ന, ആ റവന്യൂ സൈക്കിൾ മാനേജ്മെന്റിൽ വരുന്ന ചില ഇമ്പോർട്ടന്റ് പോയിന്റുകളാണ്. അത് നിങ്ങൾ അണ്ടർലൈൻ ചെയ്യേണ്ട കേട്ടോ. വേണ്ട, അണ്ടർലൈൻ ചെയ്യേണ്ട. ബുള്ളറ്റ് എഴുതിന്റെ അക്കൗണ്ട്സ് റിസീവബിൾ, പൈസ കിട്ടാനുള്ളത്, അത് എവിടെന്നെങ്കിലൊക്കെ കിട്ടാനുണ്ട്, അതിന്റെ ഫോളോ അപ്പ്, പേഷ്യൻസിന്റെ നിന്ന് കിട്ടുന്ന കളക്ഷൻസ്, റിപ്പോർട്ടിംഗ് ആൻഡ് ബെഞ്ച് മാർക്കിംഗ്. റിപ്പോർട്ടിംഗ് ബെഞ്ച് മാർക്കിംഗ് എന്ന് പറഞ്ഞാൽ എന്താ? അതായത് ടു കമ്പയർ ഓപ്പറേഷൻസ് ആൻഡ് ക്വാളിറ്റീസ് ഓഫ് എ ഹോസ്പിറ്റൽ വിത്ത് അനദർ. ഏതെങ്കിലും നമ്മുടെ ഹോസ്പിറ്റൽസിലെ ചില കാര്യങ്ങളൊക്കെ മറ്റ് ഇവരുമായിട്ട് കമ്പയർ ചെയ്യുക, അവിടുത്തെ സർവീസുമായിട്ട് അവിടുത്തെ ക്വാളിറ്റി ഓഫ് സർവീസ് എങ്ങനെയൊക്കെ ഉണ്ട്, നമ്മളും അവരുമായിട്ടുള്ള ഒരു കമ്പാരിസൺ ആണ് ബെഞ്ച് മാർക്കിംഗ് എന്ന് പറയുന്നത്. അപ്പൊ അത് അങ്ങനെയുള്ള കാര്യങ്ങൾ മനസ്സിലാക്കുക, അത് റിപ്പോർട്ട് ചെയ്യുക. പിന്നെ ഓരോരുത്തരും വാങ്ങിക്കുന്ന ചാർജസ്, ഓരോ പർട്ടിക്കുലർ ഡിപ്പാർട്ട്മെന്റുകാർ ഇപ്പൊ ലാബ് ഉപയോഗിച്ചു, ICU ഉപയോഗിച്ചു, അതിന്റെയൊക്കെ ചാർജസ്. പിന്നെ കോഡിംഗ് ആൻഡ് ഡോക്യുമെന്റേഷൻ റിവ്യൂ. കോഡിങ്ങിന്റെ മെഡിസിൻസിന്റെയോ മറ്റേ എക്യുപ്മെന്റുകളൊക്കെ ഹോസ്പിറ്റൽസിൽ എല്ലാവർക്കും കോഡിംഗ് ഉണ്ട്. കോഡ്സ് ഉപയോഗിച്ചിട്ടാണ് പല കാര്യങ്ങളും മനസ്സിലാക്കുന്നത്, അതും അതിന്റെ ഡോക്യുമെന്റ്സും. പിന്നെ മാനേജ്ഡ് കെയർ, കോൺട്രാക്ടിങ് ആയിട്ടുള്ള കെയറിങ്, കെയറിങ് പർട്ടിക്കുലർലി ഇന്ന സമയത്ത് തീർത്തു കൊടുക്കാം, അങ്ങനെയൊക്കെ ഉണ്ട്. അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത്. പിന്നെ ഡിനയൽ മാനേജ്മെന്റ് ഓഫ് ക്ലെയിംസ്, ക്ലെയിമുകൾ കൊടുത്തിട്ട് ചോദിച്ചിട്ട് അത് ഡിനയൽ ആയിട്ടുണ്ട്. ഡിനയൽ എന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലേ അല്ലെ? നമ്മള് മെഡിക്കൽ ഇൻഷുറൻസിന് ബജാജ് അലയൻസിന്റെ ഒരു ക്ലെയിമിംഗ് പ്രൊസീജിയർ ഏറ്റവും ലാസ്റ്റ് പേജിൽ മെഡിക്കൽ ഇൻഷുറൻസ് നമ്മൾ പഠിച്ചു, ഓർക്കണ്ടോന്നാവോ? ഉണ്ടോ? അപ്പൊ ആ ക്ലെയിം ആളുകൾ വെക്കുമ്പോ ആ ഹോസ്പിറ്റലിൽ ട്രീറ്റ്മെന്റ് ഒക്കെ കിട്ടണമെങ്കിൽ ഇൻഷുറൻസ് കമ്പനി അതിനൊരു പച്ചക്കൊടി, ഒരു ചുമപ്പക്കൊടി, ഒരു മഞ്ഞക്കൊടി ഒക്കെ കാണിച്ചിരുന്നു അല്ലെ? പച്ചക്കൊടി കാണിച്ചാൽ ഓക്കെ, എവരിത്തിങ് ക്ലിയർ, എല്ലാം ശരിയാണ്, ഓക്കെ. എന്ത് ചെയ്തു? ആളുകൾക്ക് ഇൻഷുറൻസിന്റെ ക്ലെയിം കൊടുക്കുന്നു അല്ലെ? അത് അവര് ഓതറൈസേഷൻ കൊടുത്തു. അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ ഡിനയൽ പറഞ്ഞു, അതായത് എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളിൽ പോരായ്മകളുണ്ട്, അവരത് നിരസിക്കുക, അതാണ് ഡിനയൽ. അപ്പൊ ഡിനയലൊക്കെ വരികയാണെങ്കിൽ ക്ലെയിം ഡിനൈ ചെയ്ത് വന്നു കഴിഞ്ഞാൽ അതിനെ എങ്ങനെ മാനേജ് ചെയ്യും, അത്തരം കാര്യങ്ങളൊക്കെ ഈ റവന്യൂ സൈക്കിളിലാണ് വരിക. പിന്നെ പേയ്മെന്റ് പോസ്റ്റിംഗ്, നമുക്ക് പേയ്മെന്റ് മാറ്റിവെക്കുന്ന പല കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത്. അപ്പൊ ഇതൊക്കെ നമ്മുടെ റവന്യൂ സൈക്കിൾ മാനേജ്മെന്റിൽ വരിക. അത് ഇന്ന് ഹെൽത്ത് കെയർ ഓർഗനൈസേഷൻസിൽ ധാരാളമായിട്ട് നടക്കുന്നുണ്ട്. അതും നമ്മുടെ ഈ അഡ്മിനിസ്ട്രേറ്റീവ് ഹെൽത്ത് ഇൻഫർമേഷൻ സിസ്റ്റത്തിലാണ് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. ക്ലിയർ ആയോ? അത് മനസ്സിലാക്കിയാൽ മാത്രം മതി. അപ്പൊ ഇത്തരം കാര്യങ്ങളൊക്കെ വരുമാനം വരുന്നതും അത് പല കാര്യങ്ങളിൽ നിന്ന് കളക്ട് ചെയ്യുന്നതും ഉപയോഗിക്കുന്നതും ഒക്കെ മാനേജ് ചെയ്യുന്നുണ്ട്. റവന്യൂ സൈക്കിൾ മാനേജ്മെന്റ് എന്ന് പറയുന്ന ഒരു കാര്യം ഹോസ്പിറ്റൽസിൽ നടക്കുന്നുണ്ട്, നമ്മളെ അറിയിച്ചത്. അതൊക്കെ അഡ്മിനിസ്ട്രേഷനിൽ വരുന്നതാണ്. എന്തായാലും അഡ്മിനിസ്ട്രേറ്റീവ് ഹെൽത്ത് കെയർ ഇൻഫർമേഷൻ സിസ്റ്റത്തിൽ വരുന്നത്. അപ്പൊ നമ്മൾ ഈ എന്താ പറയാ അഡ്മിനിസ്ട്രേറ്റീവ് ഹെൽത്ത് കെയർ ഇൻഫർമേഷൻ സിസ്റ്റത്തിനകത്ത് കുറെ കാര്യങ്ങൾ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. എന്തൊക്കെ മാനേജ് ചെയ്യുന്നുണ്ട് എന്ന് നമ്മൾ പറഞ്ഞു. അത് ഇവിടെ ഓരോന്ന് ഇനി എന്താ പറയാ ചെറിയ ചെറിയ എക്സ്പ്ലനേഷൻസ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. ഇല്ല, മറ്റേത് അണ്ടർലൈൻ ചെയ്യണ്ട, അത് വേണ്ട, അത് വേണ്ട. റവന്യൂ സൈക്കിൾ മാനേജ്മെന്റ് എക്സ്പ്ലെയിൻ ചെയ്തേക്കുന്നത് വേണ്ട കേട്ടോ. എന്താണ് അപ്പോ നമ്മൾ നേരത്തെ ഫോർ എക്സാമ്പിൾ പറഞ്ഞ് ഇവിടെ കണ്ടില്ലേ, അത് ഇവിടെ ഒന്നുകൂടി വിശദീകരിച്ചിട്ടുണ്ട്. എങ്ങനെയൊക്കെയാണ് അഡ്മിനിസ്ട്രേറ്റീവ് എന്താ പറയാ മാനേജ്മെന്റ് ഇൻഫർമേഷൻ സിസ്റ്റം വരുന്നതെന്ന്. ഒന്ന് പേഴ്സണൽ മാനേജ്മെന്റ്. പേഴ്സണൽ മാനേജ്മെന്റ് എന്ന് പറഞ്ഞാൽ എന്താ? പേഴ്സണൽ, PERSONAL, എംപ്ലോയീസ് ആണ് ഉദ്ദേശിക്കുന്നത്, തൊഴിലാളികള് അല്ലെ? ഹോസ്പിറ്റൽസിലെ എംപ്ലോയീസിന്റെ അവരെ കുറിച്ചിട്ടുള്ള ഇൻഫർമേഷൻസ്, സ്റ്റാഫ്, അവരുടെ സാലറി, അവരുടെ ബെനിഫിറ്റ്, അവർക്ക് എന്തൊക്കെ കൊടുക്കുന്നുണ്ട് ബെനിഫിറ്റ് ആയിട്ട്, അവർക്ക് കൊടുക്കുന്ന എഡ്യൂക്കേഷൻസ്, ട്രെയിനിങ്, അത് അങ്ങനെയുള്ള എല്ലാ കാര്യം എംപ്ലോയീസിനെ സംബന്ധിക്കുന്ന എല്ലാ കാര്യങ്ങളും മാനേജ് ചെയ്യുന്നതാണ് പേഴ്സണൽ മാനേജ്മെന്റ്. അണ്ടർലൈൻ ചെയ്യണം കേട്ടോ. Personal management manages human resource information for staff, including salaries, benefits, education, and training. ഇവിടെ
തുടങ്ങിയല്ലേ വന്ദന മിസ് എടുത്ത ഇലക്ട്രോണിക് ഹെൽത്ത് റെക്കോർഡ്സ് തുടങ്ങിയല്ലേ വന്ദന മിസ് എടുത്തത് അല്ലേ? അവിടെ വരെ നമുക്ക് എത്താനുള്ളൂ. ശരിക്കും എന്റത് തീരുമായിരുന്നു നമ്മളുടെ നിലവിൽ ഉള്ള ക്ലാസ്സുകൾ അനുസരിച്ച്. അപ്പൊ ഞാൻ കംപ്ലീറ്റ് ചെയ്തു മനസ്സിലായി. അതെ, 2 ക്ലാസ്സുകളുള്ളത്, 2 ക്ലാസ് വേണ്ടായിരുന്നു, ഒരു 1.5 ക്ലാസ് കൊണ്ട് എടുക്കാൻ പറ്റുന്ന ഒരു ഭാഗമാണ് വന്ദന മിസ് ഞാൻ എടുത്തു കൊടുത്തത്. അതെന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളോട് ഞാൻ പറഞ്ഞല്ലോ, വന്ദന മിസിന്റെ ഓൾറെഡി അന്നേ തീർന്നിരുന്നു. ദാറ്റ് മീൻസ് വന്ദന മിസിന്റെ മുമ്പില് നമ്മുടെ എല്ലാവരുടെയും ക്ലാസ്സുകൾ കംപ്ലീറ്റ് ചെയ്ത് നമുക്ക് ഒരു ഡ്യൂറേഷൻ ഉണ്ട്, ടൈമിംഗ് ഉണ്ട്. ആ ടൈമിംഗിന് തന്നെയാണ് ഇപ്പൊ ക്ലാസ് തീർന്നത്. ആ മന്ത്സ് അനുസരിച്ച് ഇതൊക്കെ എഴുതി വെക്കുന്നത് ഞാൻ തന്നെയാണ്, തുടങ്ങിയ ഡേറ്റും ആൻഡ് വെൻ ദ കോഴ്സ് ഹാവ് ടു ബി കംപ്ലീറ്റഡ്, എന്നാണ് കോഴ്സ് കംപ്ലീറ്റ് ചെയ്യുന്നതൊക്കെ ഞാൻ തന്നെയാണ് നോട്ട് ചെയ്ത് വെക്കുന്നത്. അപ്പൊ അതുവരെ നമ്മൾ ക്ലാസ്സുകൾ എന്തായാലും എടുക്കണം. നിങ്ങളുടെ ആ പറഞ്ഞ ടൈമിങ്ങിലാണ് നമുക്ക് തീർക്കേണ്ടതുള്ളൂ അല്ലെ? മുന്നേ തീർത്തിട്ട് കാര്യമില്ല, ബിക്കോസ് ആ ഒരു സമയമാണ് നിങ്ങളുടെ ഡ്യൂറേഷനാണ്. അപ്പൊ ടീച്ചറുടെ ഓൾറെഡി തീർന്നു, ഇനിയും അത്രയും മുമ്പില് ക്ലാസ്സസ് ടീച്ചറുടെ അവർ ടീച്ചർ തന്നെ കേൾക്കണം. ടീച്ചറുടെ അവർ ഫ്രണ്ടിൽ അവിടെ വെറുതെ ഇങ്ങനെ കിടക്കുകയാണ്. ആകെ 4 ചാപ്റ്റർ വീതം ഒക്കെയാണ് ഓരോ ടീച്ചേഴ്സും വരുന്നുള്ളൂ അല്ലെ? 4 ചാപ്റ്റർ വീതമാണ് ഓരോ ടീച്ചേഴ്സും എടുക്കേണ്ടതുള്ളൂ. പിന്നെ അങ്ങനെ ഇരിക്കുന്നത് കൊണ്ടും പിന്നെ നമുക്ക് തന്നെ എല്ലാ ദിവസവും കയറി ഇങ്ങനെ റിവിഷൻ കൊടുത്തതിന് ബോറടിക്കും. 4 ചാപ്റ്റർ ആകെ ഉള്ളൂ. ഈ 4 ചാപ്റ്ററിന് വേണ്ടി ഒരു 6 ക്ലാസ് ഒക്കെ നമ്മൾ റിവിഷൻ കൊടുക്കാന്ന് പറഞ്ഞാൽ അത്ര നല്ല സുഖമുള്ള ഏർപ്പാടല്ല. അതുകൊണ്ട് തന്നെയാണ് ടീച്ചർക്ക് 2 ക്ലാസ് കൊടുത്തത്. എന്റെ കറക്റ്റ് സമയത്ത് തന്നെ എന്റെ തീരുമായിരുന്നു. പക്ഷെ ഇപ്പൊ എനിക്ക് 1-2 ക്ലാസ് അപ്പൊ എന്ത് കിട്ടും, റിവിഷൻ വേണ്ടി കിട്ടും. അല്ലെങ്കിൽ എന്ത് ചെയ്യും, ഏതെങ്കിലും ഒരു ടീച്ചർ അല്ലെങ്കിൽ 2 ടീച്ചർ എന്താ പറയാ കുറെ ദിവസം കിട്ടുന്ന റിവിഷൻ കൊടുത്തു. ബാക്കി ഉള്ള 2-3 ടീച്ചർമാർക്ക് റിവിഷൻ കൊടുക്കാൻ സമയത്തില്ല. അവരിങ്ങനെ ടൈറ്റ് ആയിട്ട് എൻഡ് ഓഫ് ദാറ്റ് കോഴ്സിന്റെ ഡ്യൂറേഷന്റെ അവസാനമാണ് കംപ്ലീറ്റ് ചെയ്യുന്നത്. അങ്ങനെ വരുമല്ലോ. ഇപ്പൊ കുഴപ്പമില്ലല്ലോ, അങ്ങനെ വന്നതുകൊണ്ട് പ്രശ്നമില്ലല്ലോ നിങ്ങൾക്ക്. നമുക്ക് 2 ക്ലാസ് ഒക്കെ കിട്ടും കേട്ടാ. യെസ്, അപ്പൊ പേഴ്സണൽ മാനേജ്മെന്റ് അണ്ടർലൈൻ ചെയ്തില്ലേ? എന്താണ് പേഴ്സണൽ മാനേജ്മെന്റ്? എംപ്ലോയീസിനെ മാനേജ് ചെയ്യുക, എംപ്ലോയീസിന്റെ സാലറി, അവരുടെ ബെനിഫിറ്റുകൾ, അവരുടെ എഡ്യൂക്കേഷൻ, അവരുടെ ട്രെയിനിങ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മാനേജ് ചെയ്യും. അപ്പൊ എന്താ മെറ്റീരിയൽസ് മാനേജ്മെന്റ്? ഇനി നിങ്ങൾക്ക് തന്നെ പറയാൻ പറ്റും. മെറ്റീരിയൽസ് മാനേജ്മെന്റ് എന്താ? ഹോസ്പിറ്റൽസിലേക്ക് വേണ്ട അത്യാവശ്യം വേണ്ട സപ്ലൈസ്, മെറ്റീരിയൽസ്, എക്യുപ്മെന്റ്സ് ഇതൊക്കെ വാങ്ങുക, മോണിറ്റർ, അതെന്തൊക്കെയെങ്കിലൊക്കെ എന്താ പറയാ റീപ്ലേസ് ചെയ്യേണ്ടതുണ്ടോ, പുതിയതായിട്ട് വാങ്ങിക്കേണ്ടതുണ്ടോ, അല്ലെങ്കിൽ മെയിൻറ്റെയിൻ ചെയ്ത് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അതൊക്കെ നോക്കുന്നതാണ് നമ്മളുടെ മെറ്റീരിയൽസ് മാനേജ്മെന്റ്. മോണിറ്റേഴ്സ് ഓർഡറിംഗ് ആൻഡ് ഇൻവെന്ററി ഓഫ് സപ്ലൈസ്, എക്യുപ്മെന്റ്സ് നീഡഡ് ആൻഡ് മെയിൻ്റെനൻസ്. Equipments and maintenance. Equipments needed and maintenance ആദ്യം മതി. അവിടെ ഒരു കോമൺ കേട്ടോ. നമുക്ക് ഹോസ്പിറ്റൽസിലേക്ക് വേണ്ട സപ്ലൈസ് അത് ഓർഡർ ചെയ്യുക, അത് സ്റ്റോക്ക് ചെയ്യുക, അത് എക്യുപ്മെന്റുകൾ ആയിക്കോട്ടെ, മറ്റ് മെറ്റീരിയൽസ്, സപ്ലൈസ് എന്തും ആയിക്കോട്ടെ, അത് എന്തെങ്കിലുമൊക്കെ കേടുപാടുകൾ വന്നിട്ട് അതിന് മെയിൻറ്റെയിൻ ചെയ്യുന്നത്, ഇതെല്ലാം മെറ്റീരിയൽസ് മാനേജ്മെന്റിലാണ് വരുന്നത്. ഓക്കെ, അത് അണ്ടർലൈൻ ചെയ്യാം. അടുത്തത് റവന്യൂ സൈക്കിൾ മാനേജ്മെന്റ്. നമ്മൾ നേരത്തെ മുകളിൽ കണ്ടത്. ഇതിനകത്ത് എന്തൊക്കെ മാനേജ്മെന്റ് ചെയ്യുന്നത്? അതായത് ഇൻഫ്ലോ ഓഫ് ക്യാഷ്, അതായത് എവിടെ നിന്നാണ് നമുക്ക് വരുമാനം വരുന്നത്, റവന്യൂ എവിടെ വരുന്നു, അതെങ്ങനത്തെ കാര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുന്നു, പേഷ്യൻസിൽ നിന്ന് കിട്ടുന്ന കളക്ഷൻസ് അല്ലെ, അതൊക്കെ എന്തൊക്കെ അഡ്മിനിസ്ട്രേറ്റീവ് അതുപോലെ തന്നെ ഫിനാൻഷ്യൽ ആയിട്ട് അതൊക്കെ എങ്ങനെ ഉപയോഗിക്കുന്നു, ഇത്തരം കാര്യങ്ങൾ, പണം സംബന്ധമായ കാര്യങ്ങൾ ആണ് റവന്യൂ സൈക്കിൾ മാനേജ്മെന്റ്. പണം എവിടത്തൊക്കെ വരുന്നു, എന്തൊക്കെ കാര്യങ്ങൾക്ക് ഉപയോഗിക്കുന്നു, ഇതിനെ കുറിച്ചൊക്കെ മാനേജ് ചെയ്യുന്നത് റവന്യൂ സൈക്കിൾ മാനേജ്മെന്റ്. അണ്ടർലൈൻ ചെയ്തോ കേട്ടോ, അവിടെ അണ്ടർലൈൻ ചെയ്തു, അതുകൊണ്ടാണ് ഞാൻ മുകളിൽ അണ്ടർലൈൻ ചെയ്യാൻ പറയാൻ. റവന്യൂ സൈക്കിൾ മാനേജ്മെന്റ് monitors the entire flow of revenue generation from charge capture to patient collection, relies on integration of a host of administrative and financial applications. അതൊക്കെ എന്തൊക്കെ കാര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുന്നു എന്നുള്ളതും ഒക്കെ പെടും. അണ്ടർലൈൻ ചെയ്തോ? അണ്ടർലൈൻ ചെയ്തോ? ഓക്കെ, എല്ലാവരും പോയോ? ക്ലാസ്സിൽ അറിയില്ലല്ലോ. ഓക്കെ,
യെസ്, ഞാൻ അവിടെ വരെ എടുക്കുന്നുള്ളൂ. അടുത്ത ക്ലാസ്സിലും നമുക്ക് ഇനിയും ഉണ്ട് നമ്മുടെ മുമ്പിൽ 1, 2, 3, 4 ക്ലാസ് ഉണ്ട് അല്ലെ. 2 ജൂണിന് അങ്ങാണ്ട് വേണം തീരുന്നത്. ഇവിടെ ഉണ്ടല്ലേ, എല്ലാവരും ഉണ്ട്, പോയിട്ടില്ല. ഓക്കെ, അപ്പൊ നമുക്ക് അതുവരെ എടുക്കാനുള്ള ക്ലാസ്സുകളുണ്ട്. എക്സ്ട്രാ ക്ലാസ് നമുക്ക് ഒരു ദിവസമോ 2 ദിവസമൊക്കെ നമുക്ക് കുറച്ച് എന്താ പറയാ റിവിഷൻസ് എല്ലാ ചാപ്റ്ററും കൂടെ ഒരുമിച്ച് അങ്ങനെ ചെയ്യുള്ളൂ കേട്ടോ. കുറച്ച് ക്വസ്റ്റ്യൻസ് നമുക്കൊന്ന് പറയാനുണ്ട്. കുറച്ചുള്ളൂ. അപ്പൊ എന്തായാലും എനിക്ക് അടുത്ത ക്ലാസ്സുകളിൽ എടുക്കണ്ടേ. ഒറ്റ ക്ലാസ്സിനുള്ളതുള്ളൂ, ഒരു ക്ലാസ്സിനുള്ളതുള്ളൂ. പിന്നെ 2 ക്ലാസ് നമുക്ക് റിവിഷൻ കിട്ടും. ഓക്കെ, അപ്പൊ എന്തായാലും അന്ന് എടുക്കുന്നുള്ളൂ. ബാക്കി ഭാഗം നമുക്ക് അടുത്ത ക്ലാസ്സിൽ എടുക്കാൻ പോണില്ല ഞാൻ. അപ്പൊ ഇല്ലേ, ഒരു കാര്യം പറയട്ടെ, അടുത്ത ദിവസത്തെ ക്ലാസ് എന്റേത് ഇനി തേഴ്സ്ഡേ ഫ്രൈഡേ ആയിരുന്നു. പക്ഷെ തേഴ്സ്ഡേത്തെ ക്ലാസ് കുറച്ച് മുന്നിലേക്ക് കയറി ട്യൂസ്ഡേ നമ്മൾ എടുക്കും കേട്ടോ. ട്യൂസ്ഡേ അപ്പൊ ഈ തീർക്കാനുള്ളത് തീർന്ന് അപ്പൊ തന്നെ നമ്മൾ ഇതിലേക്ക് പോകും, നമ്മളുടെ റിവിഷനിലേക്ക് അങ്ങനെ പോകും. കാരണം വെച്ചാൽ ഇനിയിപ്പോ ഈ ഒരു പോയിന്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഇവല്യൂഷൻ ആൻഡ് ഹിസ്റ്ററി ഓഫ് ഇൻഫോർമേഷൻ സിസ്റ്റം, എങ്ങനെയാണ് നമ്മളുടെ ഇൻഫോർമേഷൻ സിസ്റ്റം ഒക്കെ ഇങ്ങനെ ഡെവലപ്പ് ചെയ്തത്, അതിന്റെ ഒരു ഹിസ്റ്ററിയാണ് പറഞ്ഞേക്കുന്നത്. ഹിസ്റ്ററി മുഴുവനും നമുക്ക് അത്യാവശ്യമുള്ള കാര്യങ്ങൾ മാത്രം നോക്കിയിട്ട് അത് അണ്ടർലൈൻ ചെയ്യാനുള്ളൂ. അപ്പൊ എനിക്ക് തോന്നുന്നു ഒരു ഹാഫ് ആൻ അവർ കൊണ്ട് ആ ഒരു ഭാഗം തീരും. അത് ട്യൂസ്ഡേ നമ്മൾ അപ്പൊ തന്നെ നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മളുടെ റിവിഷൻ സ്റ്റാർട്ട് ചെയ്യും. ഓക്കെ, അപ്പൊ 2 ക്ലാസ് നമുക്ക് അവിടെ റിവിഷന് വേണ്ടിയിട്ടുണ്ട്. ഈ 4 ചാപ്റ്റർ, ഏതൊക്കെ ചാപ്റ്റർ ഞാൻ എടുത്ത ഓർമ്മയുണ്ടാവും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇപ്പൊ നിർത്തട്ടെ, അല്ലെങ്കിൽ എനിക്കിപ്പോ ആ ഒരൊറ്റ ക്ലാസ് നമുക്ക് കിട്ടില്ല. എത്ര ക്ലാസ് എത്ര ചാപ്റ്റേഴ്സ് ഉണ്ട്? ഫസ്റ്റ് മൊഡ്യൂളിൽ ഏത് ചാപ്റ്റർ എടുത്തേ? ക്ലിനിക്കൽ ഓഡിറ്റ് എടുത്തു. ഈ മൊഡ്യൂളിനകത്ത് 7th മൊഡ്യൂളിൽ നമ്മൾ എടുത്തത് HMIS ക്ലിനിക്കൽ ഓഡിറ്റ്. പിന്നെ 6th മൊഡ്യൂളിൽ ഏതെടുത്തത്? ഡിസാസ്റ്റർ മാനേജ്മെന്റ് അല്ലെ. ഡിസാസ്റ്റർ. 5th മൊഡ്യൂളിൽ ഞാൻ ഏതെടുത്തേ? ഗവൺമെന്റ് ഒക്കെ അറിയാനാ. 5th മൊഡ്യൂളിൽ ഞാൻ ഏതെടുത്തത്? ഫാർമസ്യൂട്ടിക്കൽ അല്ലെ. അതെ, അതാണ് എടുത്തത്. അപ്പൊ ഓക്കെ, അപ്പൊ ഇതിനകത്ത് ഈ 4 ചാപ്റ്റേഴ്സിന്റെ ആയിരിക്കും നമ്മൾ നടത്തുന്ന റിവിഷൻസ്. ടീച്ചേഴ്സ് ഓരോരുത്തരും അവരവരുടെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി ആരെയും എടുക്കാത്ത തരാൻ എനിക്ക് ഒറ്റ ക്ലാസ് ഫുള്ള് വേണ്ട, ഹാഫ് ആൻ അവർ, ഒരു അരമണിക്കൂർ മാത്രം മതി. അരമണിക്കൂറിന് ഇത്രയും ഭാഗം എനിക്ക് എടുക്കാൻ പറ്റും, അത്രയും മതി, അത് എടുക്കാനുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ ഇപ്പോഴത്തെ തീർക്കാത്തത്. ഓരോന്നും അത് നിങ്ങൾക്ക് തന്നെ വായിച്ചു നോക്കാൻ പറ്റും. ഓരോ മാനേജ്മെന്റ് ആണ്, പേഴ്സണൽ മാനേജ്മെന്റ്, ഹ്യൂമൻ റിസോഴ്സുമായി ബന്ധപ്പെട്ടത്, മെറ്റീരിയൽസ് മാനേജ്മെന്റ് മെറ്റീരിയൽസുമായി ബന്ധപ്പെട്ടത്, റവന്യൂ സൈക്കിള് റവന്യൂവുമായിട്ട് ബന്ധപ്പെട്ടത്, പേഷ്യൻസിൽ നിൽക്കുന്ന ചാർജ്, അതൊക്കെ കാര്യങ്ങൾ കുട്ടികളും അതാണ് മാനേജ്മെന്റ്. ഓക്കെ, യെസ്. അപ്പൊ ഇനി ആരുടെ തീരാനുള്ളത്? സോളിമിസിന്റെ തീർന്നോ? സോളിമിസിന്റെ തീർന്നോ? എത്ര ക്ലാസ്സിലുള്ളതുണ്ട് ടീച്ചർക്ക്? സൗണ്ട് ഓഫ് ആണെന്ന് വിചാരിച്ചു. എത്ര ക്ലാസ്സിലുള്ളത് ഏകദേശം കാണാൻ നിങ്ങൾക്ക് അറിയാമോ? കുറച്ചുള്ളൂ. ചോദ്യമുണ്ടെന്നാ. ഓക്കെ, അപ്പൊ ടീച്ചറിന്റെ ദിവസം വന്ന ടീച്ചർ എടുത്ത് തീർത്തോളും. നിങ്ങൾ ഈ പറയുന്ന നമ്മൾ പഠിച്ച കാര്യങ്ങളൊക്കെ ഒന്ന് റെഫർ ചെയ്യുക. കൂടാതെ മോക്ക് ടെസ്റ്റുകൾ, പിന്നെ എക്സ്ട്രാ ടീച്ചേഴ്സ് അണ്ടർലൈൻ ചെയ്ത് തരുന്ന സാധനങ്ങളൊക്കെ നമ്മൾ നന്നായിട്ട് വായിച്ചു പഠിക്കുക കേട്ടോ. പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് ഡേറ്റ് തന്നിട്ടുണ്ടോ? ടീച്ചറിന്റെ തീർന്നു, ഇന്നലെ തീർന്നു എന്നോട് പറഞ്ഞു. എന്താ എക്സാമിന്റെ ഡേറ്റ് വന്നിട്ടുണ്ടോ നിങ്ങൾക്ക്? എക്സാം ഡേറ്റ് വന്നിട്ടുണ്ടോ? വന്നിട്ടുണ്ട്. എന്നാണ്? സോൾ ടീച്ചറിന്റെ ലോങ് ചാപ്റ്റർ ആണ്, പക്ഷെ നമ്മള് വേറെ ഏതോ മൊഡ്യൂളിൽ നിന്ന് ഒരു ചാപ്റ്റർ കുറച്ചാ കൊടുത്തേക്കണേ അല്ലേ? അങ്ങനെയാണെന്ന് തോന്നണല്ലോ. വലിയ ചാപ്റ്റർ ആയതുകൊണ്ട്, ലാസ്റ്റ് മൊഡ്യൂളിൽ വലിയ ചാപ്റ്റർ ആയതുകൊണ്ട് ഏതോ ഒരു മൊഡ്യൂളിൽ ചാപ്റ്റർ കുറവാ കൊടുത്തേക്കുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. ചെറിയ ചാപ്റ്റർ കൊടുത്തെന്നാണ് അറിഞ്ഞത്. അതെ, 11, 12 ജൂൺ 11th, 12th ഒക്കെയാണ് പരീക്ഷ. 10, 11, 12. 10, 11, 12. ഓക്കെ, അപ്പൊ 8 ചാപ്റ്റേഴ്സ് വീതമുള്ളൂ ഓരോ മൊഡ്യൂളിലും കേട്ടോ. അപ്പൊ അതനുസരിച്ച് നിങ്ങൾ കുറച്ചൊന്ന് പഠിക്കുക, മനസ്സിലാക്കുക. ഓക്കെ, പിന്നെന്തെങ്കിലും പറയാനുണ്ടോ നിങ്ങൾക്ക്? ഇനി നമ്മുടെ ക്ലാസ്സുകളൊക്കെ ഏകദേശം തീരാറായിക്കൊണ്ടിരിക്കുകയാണ്. ഡിപ്ലോമ അതില് നമ്മുടെ സർട്ടിഫിക്കറ്റ് വാങ്ങിക്കാനായിട്ട് നിങ്ങൾ വന്നിരുന്നോ? ഇല്ല. PG-യുടെ കഴിഞ്ഞിട്ട് വരാനിരിക്കുകയാണ് അല്ലേ? അതെ, ഒരുമിച്ച് വാങ്ങിച്ചു വരാനിരിക്കുക. ഓക്കെ,
നല്ല കാര്യം. ഒരുമിച്ച് വരിക. അപ്പൊ കാണാം. നമുക്ക് എന്താ പറഞ്ഞല്ലോ, ആരോ ടൈപ്പ് ചെയ്ത് എന്താണ് ഫുള്ള് വായിച്ചില്ല, അപ്പോഴേക്കും അത് വേറെ ആയിട്ട് സംസാരിച്ചു. എന്താ പറഞ്ഞേ? PG കഴിഞ്ഞാൽ സെപ്പറേറ്റ് ഇന്റേൺഷിപ്പ് ഉണ്ടാവുമെന്ന്. ഇന്റേൺഷിപ്പ് PG-ക്കാർക്ക് സെപ്പറേറ്റ് ഉണ്ടാവുമെന്ന്. PG-ക്കാർക്ക് സെപ്പറേറ്റ് ഇന്റേൺഷിപ്പ്. നിങ്ങള് ഡിപ്ലോമ കഴിഞ്ഞിട്ട് ഇന്റേൺഷിപ്പിന് പോയിട്ടില്ലല്ലോ? ഇല്ല പോയില്ല. നമ്മളുടെ PG അല്ല ക്ലാസ് കഴിഞ്ഞിട്ട് നിങ്ങൾ അപ്പോഴേക്കും ചോദിച്ചോളൂ എന്തെങ്കിലും. ഇപ്പൊ ഇവിടെ നിന്ന് തന്നെ അസിസ്റ്റൻസ് ഒക്കെ കൊടുക്കണ്ടല്ലോ. അപ്പൊ അതനുസരിച്ചിട്ട് നിങ്ങൾ ഹോസ്പിറ്റൽസുമായിട്ട് കോണ്ടാക്ട് ചെയ്ത് ഇന്റേൺഷിപ്പിനുള്ള കാര്യങ്ങൾ ചെയ്തു തുടങ്ങിക്കോ കേട്ടോ. സർട്ടിഫിക്കറ്റ് അപ്പോഴേക്കും എക്സാം ഒക്കെ കഴിഞ്ഞപ്പോഴേക്കൊക്കെ സർട്ടിഫിക്കറ്റ് പ്രൊവൈഡ് ചെയ്യുമല്ലോ. കുട്ടികൾ അങ്ങനെ ചെയ്യാറുണ്ട് നേരത്തെ തന്നെ. അതായത് എക്സാംസ് വരെ കഴിഞ്ഞപ്പോ തന്നെ സർട്ടിഫിക്കറ്റ് ചിലപ്പോ ഒരാഴ്ചയോ രണ്ടാഴ്ചയോ കൊണ്ട് എടുക്കും പോകണം. എക്സാം കഴിഞ്ഞിട്ട് നമ്മുടെ അതിന്റെ ഇതൊക്കെ അയച്ചു കൊടുത്ത് നമ്മുടെ റിസൾട്ട് ഒക്കെ വരണ്ടേ, അത് സർട്ടിഫൈഡ് ആയിട്ട് വരണ്ടേ അവിടുന്ന് ബോഡിയിൽ നിന്ന്. അപ്പൊ അതനുസരിച്ചിട്ടുള്ള സമയമാണ് ഡിലേ വരുന്നത്. അത് കഴിയുമ്പോഴേക്കും ഉണ്ടാവുമല്ലോ. അപ്പൊ നിങ്ങൾക്ക് അപ്പോഴേക്കും പെട്ടെന്ന് കയറാൻ പറ്റും. ഇപ്പൊ എക്സാംസ് ഒക്കെ കഴിഞ്ഞു, ഇങ്ങനെ കാര്യങ്ങളൊക്കെ നിങ്ങൾ പറഞ്ഞിട്ട് നിങ്ങളുടെ കാര്യങ്ങൾ സബ്മിറ്റ് ചെയ്യാം കേട്ടോ ഹോസ്പിറ്റൽസിലൊക്കെ. നിങ്ങളുടെ അടുത്തൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ തന്നെ പോയി ചോദിച്ചോ. ചിലവര് നേരെ അങ്ങനെ തന്നെ ചെന്ന് ചോദിക്കുകയാണ് നമ്മുടെ ഇവിടെ നിന്ന് കൊടുക്കുന്നതിനൊക്കെ മുമ്പ് തന്നെ. ഓക്കെ, അപ്പൊ അതിനൊക്കെ ഉള്ള സമയം കൂടി കണ്ടെത്തി എത്രയും പെട്ടെന്നൊക്കെ ചോദിച്ച് വേഗം ഇതാക്കുക. നമ്മളുടെ ഒരു ഇത് സ്ഥാനം ഉറപ്പിക്കുക എവിടെയെങ്കിലും. ഓക്കെ, നിങ്ങള് ഒത്തിരി കഷ്ടപ്പെട്ടിട്ടൊക്കെ ഉണ്ടാവുമല്ലേ പഠിക്കാനും ഒക്കെ വേണ്ടിയിട്ട്. ഒരുപാട് സമയം നമുക്ക് ഇല്ലായെങ്കിലും അതൊക്കെ കണ്ടെത്തി പഠിക്കാനൊക്കെ ശ്രമിച്ചിട്ടുണ്ട് അല്ലെ. ഒത്തിരി സാക്രിഫൈസ് ചെയ്തിട്ടുണ്ട് തീർച്ചയായിട്ടും. എന്താണ് വെക്കേഷനും കൂടെ ആയപ്പോഴേ വെക്കേഷൻ ആയപ്പോ കുട്ടികളും അല്ലെ അവരെ പഠിക്കണം, വീട്ടിലെ ജോലികൾ ചെയ്യണം. പക്ഷെ അതിനൊക്കെ ഉള്ള ഒരു റിസൾട്ട് നിങ്ങൾക്ക് കിട്ടും വിചാരിച്ചോ. നമ്മള് എത്രയും അധികം ഹാർഡ് വർക്ക് ചെയ്യുന്നോ അത്രയും കൂടുതൽ നമ്മള് ഉയരങ്ങളിലേക്ക് എത്തും അല്ലെ. വളരെ ഈസി ആയിട്ടൊക്കെ ചെയ്യുന്നതിന് കുറച്ച് നാളത്തേക്കൊക്കെ പിടിച്ചിരിക്കാൻ പറ്റുള്ളൂ. അത് കഴിയുമ്പോ ചിലപ്പോ അവർ ഉദ്ദേശിച്ച രീതിയിലേക്ക് എത്താൻ പറ്റില്ല. ഡിപ്ലോമയിൽ ഇത്ര ടെൻഷൻ ഇല്ലായിരുന്നു. PG-ക്കാണ് ഇപ്പൊ കൂടുതലും ടെൻഷൻ. ആണോ? ഡിപ്ലോമയിൽ ടെൻഷൻ ഉണ്ടായില്ല. ടെൻഷനൊന്നും വേണ്ട. നിങ്ങൾ ഈ രീതിയിൽ ഞങ്ങള് പഠിച്ച് എടുക്കുക. ടെൻഷൻ അടിച്ച് നമ്മള് എന്താ പറയാ മെന്റലിയും ഫിസിക്കലിയും വീക്കായി പോകും. അപ്പൊ അത് പോയി കഴിഞ്ഞാൽ നമ്മള് കോൺസെൻട്രേഷൻ കിട്ടില്ല. നമ്മള് ശരിയാണെങ്കിൽ പോലും അത് തെറ്റിലേക്ക് ചെക്കോ കൊണ്ടുപോയി കുത്തും അല്ലെ. അപ്പൊ അങ്ങനെയൊക്കെ ഉള്ളതൊക്കെ വരും. അതുകൊണ്ട് ടെൻഷൻ ഫ്രീ ആയിട്ട് ഇരിക്കും. ടോട്ടൽ മാർക്ക് 60 ആണോ മാം? എന്തോ 60 ടോട്ടൽ മാർക്ക് 60-ലാണോ? അതെ അതെ. ഇന്റേണലിൻ്റെത് വേറെ കേട്ടോ. ഇന്റേണൽ മാർക്ക് 40 ആണ്. 60. ക്ലാസ് കേൾക്കണോണ്ടാണ് വേറെ സുഖം. അല്ലേല് അതും പറ്റില്ലെങ്കിൽ ഒന്നും അറിയില്ല. അതല്ലേ, അവരെ ഒന്ന് ആലോചിച്ച് നോക്കിയ ക്ലാസ്സിൽ റെഗുലർ ആയിട്ട് കയറാൻ പറ്റാത്തവര് ഇതിന്റെ റെക്കോർഡ്സ് കാണും. റെക്കോർഡ്സ് ആണെങ്കിലും അത് കണ്ട് തീർക്കാനുള്ള 2 മണിക്കൂർ ക്ലാസ് കണ്ട് തീർക്കാനുള്ള സമയം ഓർമ്മ കിട്ടണ്ടേ. റെക്കോർഡ് ക്ലാസ് ആകുമ്പോ അതിന് കുറച്ച് ടൈം നമ്മള് ഉണ്ടല്ലോ വിചാരിച്ചിട്ട് ഇങ്ങനെ നീട്ടിയിട്ട് ഒരു ക്ലാസ് ഒരു ദിവസമൊക്കെ കേൾക്കാം. 2 മണിക്കൂർ ഇരിക്കണ്ടേ എന്ന് വിചാരിക്കും. ചിലപ്പോൾ സ്കിപ്പ് ചെയ്ത് കാണും അല്ലെ. അങ്ങനായിട്ട് കൊറേ ടൈം പോകും. അതെ, ഞങ്ങളാണെങ്കിൽ റാഷിദ ഞങ്ങളെല്ലാം ഭയങ്കര കൂട്ടാണ്. അപ്പൊ ഞങ്ങളെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ചോദിക്കും, ഡൗട്ടുകൾ ക്ലിയർ ചെയ്യാറുണ്ട്. ഡെയിലി എടുക്കണ അങ്ങോട്ടും കൊണ്ടുകൊണ്ട് അയച്ചിടും. അപ്പൊ പിന്നെ PG ഗ്രൂപ്പ് ഉണ്ട്. അപ്പൊ അതില് ഞങ്ങള് ഡിസ്കസ് ചെയ്യാറുണ്ട്. വെരി ഗുഡ്. നല്ല കാര്യമാണ്. നമ്മളിപ്പോ നമുക്കറിയുന്ന കാര്യങ്ങൾ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുമ്പോൾ ഡിസ്കസ് ചെയ്യുമ്പോൾ അതൊന്നും നോക്കി വർദ്ധിക്കുകയാണ് അല്ലെ. അത് നല്ലൊരു കാര്യമാണ്. അത് നിങ്ങളുടെ ഒരു ബന്ധവും അങ്ങനെ തന്നെ നിൽക്കട്ടെ. ഇതൊക്കെ നമുക്ക് എന്ത് കണ്ടില്ലേ, പല പല ജില്ലയിൽ ഇരിക്കുന്ന നമ്മളൊക്കെ തമ്മിൽ ഈ ഒരു കോണ്ടാക്റ്റിലും ഇങ്ങനെയൊക്കെ വരുന്നൊക്കെ ഒരു നിമിത്തം, ഒരു യോഗം എന്നൊക്കെ നമ്മൾ പറയുന്ന പോലെ അല്ലെ. ഞങ്ങള് കുറച്ചുപേര് നല്ല ഫ്രണ്ട്ലിയാണ്. കാരണം എന്തുണ്ടെങ്കിലും ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കും. ഒരു പണി, ഈ അത്രയും ഫ്രണ്ട്ഷിപ്പ് ഒക്കെ നിങ്ങളുടെ ഇടയിലുണ്ടല്ലോ. അപ്പൊ നമ്മളുടെ ഇവിടെ കോൺവെക്കേഷന് വേണ്ടിയിട്ട് സർട്ടിഫിക്കറ്റ് ഒക്കെ വാങ്ങിക്കാൻ വരുമ്പോൾ നിങ്ങൾ എന്തെങ്കിലും ഒരു പ്രോഗ്രാം ഒക്കെ അങ്ങനെ സെറ്റ് ചെയ്തിട്ട് വാ. അവിടെ ഞങ്ങൾ കാണാൻ ഇൻട്രസ്റ്റ് ചെയ്യാണ്ടിരിക്കുകയാണ്. പ്ലാൻ ചെയ്യാട്ടാ. കാരണം നിങ്ങൾ കാണാറുണ്ടാവും നമ്മളുടെ കോൺവെക്കേഷന്
ഇപ്പൊ ടീച്ചേഴ്സിനെ നിർബന്ധമായിട്ടൊന്നും ഇങ്ങനെ ചെയ്യണമെന്ന് നമ്മുടെ സാറിന്റെ ഒരു വാശിയാണ് കേട്ടോ. സാറ് ടീച്ചേഴ്സിന് എന്തെങ്കിലും ഒരു ചെറിയ ഡാൻസ് ഒക്കെ കാണിക്കണം എന്നൊക്കെ പറയും. അപ്പൊ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മള് എന്താ പറയാ അത്ര വലിയ പെർഫെക്റ്റ് ഡാൻസസ് ഒന്നും അല്ലെങ്കിലും എന്തായാലും ചെയ്യണ്ടേ, അതൊരു ഫോഴ്സ്ഫുള്ളി ചെയ്യുന്നത് പോലെ തന്നെ ചെയ്തു പോകുന്നതാണ്. പക്ഷെ ഇപ്പൊ ഞങ്ങൾക്ക് എന്താ പറയാ വലിയ പേടിയൊന്നും ഇല്ല. അതൊക്കെ പേടിയായിരുന്നു. നമുക്ക് നമ്മളെ കൊണ്ടൊന്നും വഴങ്ങുന്നതൊന്നും അല്ല, നമ്മുടെ ശരീരമൊക്കെ ഇങ്ങനത്തെയൊക്കെയാണ്. അപ്പൊ നമുക്ക് അത്ര ഫ്ലെക്സിബിൾ ഒന്നും അല്ല നമ്മുടെ ശരീരമൊക്കെ. എന്നാലും അങ്ങോട്ട് എല്ലാവരെയും കൊണ്ട് ചെയ്യുന്നത് മാത്രം. അപ്പൊ നമ്മള് വരുന്ന കുട്ടികളെയും സന്തോഷിപ്പിക്കുക, അവരുടെ ആ ഒരു ഇത് കിട്ടുക എന്നുള്ളതിന് വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്. നിങ്ങൾ മോണ്ടിസോറി കോഴ്സ് കൊണ്ട് നടക്കുന്നുണ്ട്. മോണ്ടിസോറി ടീച്ചേഴ്സ് ഉണ്ടല്ലോ, ഇതുപോലെയാണ്. അവര് വരുമ്പോ ഒരു എന്താ പറയാ കുറെ പ്രോഗ്രാംസ് ആയിട്ട് വരും. പാട്ട്, ഡാൻസുകള്, ഈവൻ സ്കിറ്റ് ഒക്കെ ആയിട്ട് അവര് വരാറുണ്ട്. കാരണം അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരങ്ങനെ സെറ്റ് ചെയ്യുന്നതിന്റെ മറ്റൊരു കാരണം എന്ന് വെച്ചാൽ ഞാൻ പറയാം, അത് ഇപ്പൊ പറയാം. അതായത് അവരുടെ എന്താ പറയാ ഡ്യൂറേഷൻ ഓഫ് കോഴ്സ് എന്ന് പറയുന്നത് 1 year. ദാറ്റ് മീൻസ് 10+2 10 വർഷമാണ്, 10 മാസമാണ് അവരുടെ ഡ്യൂറേഷൻ. അപ്പൊ 1 വർഷത്തെ കോഴ്സാണ്. പിന്നെ 2 മാസം കൂടി എക്സ്റ്റെൻഡ് ചെയ്തൊക്കെ പോകും, കുറച്ചുകൂടി ക്ലാസ് ഒക്കെ തീരാണ്ടാകാറാകുമ്പോ. അപ്പൊ അത് കുറച്ച് കൂടുതലുണ്ട്. അപ്പൊ അതുകൊണ്ട് അവർക്ക് അതിന് പ്ലാനിങ്ങിനും അത് ചെയ്യാനും ഒക്കെ വരാനൊക്കെ സമയമുണ്ട്. നമ്മളുടെ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ കോഴ്സ് ഡിപ്ലോമ 4 months ആയിരുന്നു, 6 months ആയിരുന്നു. അപ്പൊ നമ്മളുടെ ആ 6 monthsന്റെ അവിടെ ചെന്ന് ബ്രേക്ക് ആവും. പിന്നെ എല്ലാവരും ഉണ്ടാവണമെന്നില്ല നമ്മുടെ PG-യിലേക്ക്. അപ്പൊ അവിടെ കുറച്ച് കുട്ടികളൊക്കെ ഉണ്ടാവുള്ളൂ. അതിന്റെ ഒരു ഇതാണ്. പക്ഷെ ഞാൻ ഇപ്പൊ പറയാണ്, നിങ്ങൾ കുറച്ച് എന്താ പറയാ ഫ്രണ്ട്ലി ആയിട്ടുണ്ട് എന്നുള്ള രീതിയിൽ പറഞ്ഞത് കൊണ്ട് പറയാണ്. എന്തെങ്കിലും ഒരു ചെറിയ പ്രോഗ്രാം ഒക്കെ തട്ടിക്കൂട്ടി വരിക, ഡാൻസ് ആയിക്കോട്ടെ അല്ലെങ്കിൽ സ്കിറ്റ് ആയിക്കോട്ടെ, എന്തെങ്കിലും. ഓക്കെ. അപ്പൊ റഷീദ, നീതു ഞങ്ങള് റെഡിയാണ്. ഞങ്ങള് റെഡിയാണ് മാം. ആ ഓക്കെ. നീതു അല്ലെങ്കിൽ നല്ല പാട്ട് പാടുന്ന ആളാണ്. നല്ല പാട്ടുകാരും നല്ല ഡാൻസുകാരും. നമ്മളൊക്കെ ഈ കാണിക്കുന്നൊക്കെ വായിച്ചു നോക്കുമ്പോ നമ്മൾ വിചാരിക്കും ഓ ഇതാ. പക്ഷെ ഞങ്ങളത് ഇങ്ങനെ ഇപ്പൊ എൻജോയ് ചെയ്ത് ചെയ്യാണ് അങ്ങോട്ട്. അത്രേ ഉള്ളൂ. തെറ്റും കുറ്റമൊക്കെ വരും, വേറെ. കാരണം ഈ ക്ലാസ്സുകളുടെ ഇടയിൽ സെലിബ്രേഷന്റെ ഒക്കെ പ്രോഗ്രാംസ് ഒക്കെ ഞങ്ങൾ കാണാറുണ്ട്. സ്മാർട്ട് ശ്രീ മിസ്സുമാരൊക്കെ ഡാൻസ് ഒക്കെ ചെയ്യുന്ന ഞങ്ങൾ കണ്ടിട്ടുണ്ട്. പറഞ്ഞേ അവിടെ തെറ്റും കുറ്റമൊക്കെ ഉണ്ടാവും. പക്ഷെ കാരണം വെച്ചാൽ നമ്മളിങ്ങനെ സൂപ്പറാണ്, കുഴപ്പമില്ല, നന്നായിട്ടുണ്ട്. ടീച്ചേഴ്സിന്റെ ക്ലാസ്, താങ്ക് യു. ടീച്ചേഴ്സിന്റെ ക്ലാസ്സിലായിരിക്കും. അപ്പൊ ചിലപ്പോ ഫ്രീ ആയിട്ടിരിക്കുന്ന 1-2 പേരൊക്കെ ചിലപ്പോ ഒരു സ്റ്റെപ്പ് ഇട്ടിട്ട് ആ 1-2 പേരൊക്കെ വന്നു നിന്ന് അവരവരുടെ അവൈലബിലിറ്റി, അതായത് ഫ്രീ ആയിട്ടിരിക്കുന്ന സമയം അവര് വന്ന് ഇങ്ങനെ ചെയ്തു, പ്രാക്ടീസ് ചെയ്തു. എല്ലാവരും ഒരുമിച്ച് ചെയ്യാനായിട്ട് ഞങ്ങൾക്ക് വളരെ കുറച്ച് സമയം മാത്രമേ കിട്ടാറുള്ളൂ, എല്ലാവരും കൂടി ചെയ്യാനായിട്ട്. കാരണം ഒരു ഗ്രൂപ്പ് പ്രോഗ്രാം ആകുമ്പോൾ ഗ്രൂപ്പ് എല്ലാവരും കൂടി ഒരുമിച്ചൊന്നും ചെയ്യണ്ടേ. പക്ഷെ അതിന് പലപ്പോഴും സമയം കിട്ടാറില്ല. എന്നാലും തട്ടിക്കുട്ടിയൊക്കെ അങ്ങനെ ചെയ്തു പോകും. പിന്നെ ചിലപ്പോ ഈ ലാസ്റ്റ് ഡേ ആയിരിക്കും, എന്ന് വെച്ചാൽ വെള്ളിയാഴ്ച, ശനിയാഴ്ച ദിവസങ്ങളിലാണ് നമുക്ക് കോൺവെക്കേഷൻസ് നടത്തുക. അപ്പൊ സാറ്റർഡേക്ക് വേണ്ടിയിട്ട് ഫ്രൈഡേ ആയിരിക്കും നമ്മള് എല്ലാവരും കൂടി ചേർന്ന് ചിലപ്പോ വൈകുന്നേരം ജോലി കഴിയുന്ന സമയത്ത് ഒരു ½ an hour ഒക്കെ നിന്നിട്ട് ചെയ്യുന്നത് പോലെ ആ ഒരു ഇതുള്ളൂ. ഓക്കെ. അപ്പൊ സൂപ്പറാണ്. ഓക്കെ, താങ്ക് യു ഫോർ യുവർ കോംപ്ലിമെന്റ്സ്. അപ്പൊ നമുക്ക് അടുത്ത ദിവസം കാണാം കേട്ടാ. ഓക്കെ, ഇന്നത്തെയൊക്കെ വായിച്ചു നോക്കുക. കുറച്ചെടുത്തതുകൊണ്ടുള്ളൂ, കാരണം ഇച്ചിരി അങ്ങനത്തെ ആയതുകൊണ്ടാണ്. ഓക്കെ, ട്യൂസ്ഡേ ആണ്. ഓക്കെ, താങ്ക് യു മാം. താങ്ക് യു, ബൈ.